ഹായ് മക്കളെ, ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്റർ വളരെ ക്യുക്കായിട്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഈ ചാപ്റ്ററിനൊരു പ്രത്യേകത ഉണ്ട്. മറ്റുള്ള ചാപ്റ്ററുകളിൽ നിന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട ചാപ്റ്ററാണ് ഹൈഡ്രോ കാർബൺ എന്നതിന് പുറമെ കെമിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ റിയാക്ഷൻസ് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് ഹൈഡ്രോ കാർബൺ. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കണ്ടതുകൊണ്ട് മാത്രം എല്ലാം ആവില്ല. ദയവ് ചെയ്ത് ഞാൻ ഈ പറയുന്ന 2 പണി നിങ്ങൾ എടുക്കണം. ഒന്ന്, ഞാൻ ബോർഡിൽ കാണിക്കുന്ന റിയാക്ഷൻ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ഇറ്റ്, വെറുതെ അവിടെ സമയം കളയരുത്. 2, നിങ്ങൾക്കറിയില്ല എങ്കിൽ നിങ്ങൾ നിർബന്ധമായും അത് നോട്ട് എഴുതി തന്നെ കീപ്പ് ചെയ്യണം. ജസ്റ്റ് എൻ്റെ കൂടെ ഇങ്ങനെ പറഞ്ഞു നോക്കിയത് കൊണ്ട് കാര്യമില്ല. അത് ക്ലാസ് കഴിയുമ്പോഴേക്ക് നിങ്ങളത് മറന്നുപോകും. എല്ലാം പെർഫെക്റ്റ് ആവണമെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തത് കൃത്യമായി നിങ്ങൾ നോട്ട് എഴുതി വെക്കുക തന്നെ വേണം. ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ എഴുതി വെക്കണം. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞ ഉടനെ ഒരു 2 തവണ ക്യുക്കായിട്ട് ആ നോട്ടിൽ എന്താണോ നിങ്ങൾക്ക് അറിയാത്താണല്ലോ അപ്പോൾ ആ നോട്ടിൽ എഴുതിയിട്ടുണ്ടാവുക, എന്താണോ എഴുതിയത് അത് 2 തവണ വൃത്തിയായിട്ടൊരു തലക്കെന്ന് വീണ്ടും ഒന്ന് വായിച്ചു പഠിച്ചാലേ ഹൈഡ്രോ കാർബൺ സെറ്റ് ആവുകയുള്ളൂ എന്ന ആമുഖത്തോടെ ഞാൻ തുടങ്ങുകയാണ്. ആദ്യം തന്നെ പറയുന്നു, ഈ ചാപ്റ്ററിൻ്റെ നോട്ട് ആവശ്യമുള്ളവർക്ക് CM അക്കാഡമിയുടെ ആപ്പിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ CM അക്കാഡമിയുടെ ആപ്പ് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ ഫ്രീ മെറ്റീരിയൽസ് എന്ന ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്ന ഈ ക്ലാസ്സിൻ്റെ നോട്ട് അവൈലബിൾ ആണ്. പപ്പ റിച്ച്, ഐഫോൺ, ടീംസ്, ആപ്പിൾ സ്റ്റോറിൽ നിന്ന് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അവിടെ HGNTIB എന്ന് പറയുന്ന കോഡ് ORG കോഡ് അടിച്ചു കൊടുത്താൽ CM അക്കാഡമിയുടെ ആപ്പായിട്ട് മാറും. അവിടെ നിന്നും നിങ്ങൾക്ക് ഈ കാണുന്ന ക്ലാസ്സിൻ്റെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാം. റിയാക്ഷൻസ് എല്ലാം സിമ്പിൾ റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഞാൻ അവിടെ കുറേ സമയം ചിലവാക്കില്ല. പെട്ടെന്ന് പറഞ്ഞിട്ട് പോകും. കാരണം ഒട്ടുമിക്ക റിയാക്ഷൻസും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഞാൻ വീണ്ടും പറയാം, അറിയാത്തതിൽ ഫോക്കസ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തു പോകുന്നത് ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തതാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള റിയാക്ഷൻ സമയമെടുത്ത് കണ്ട് എഴുതി നോട്ടാക്കി സെറ്റാക്കിയിട്ട് പഠിച്ചിട്ട് പോയിക്കോ മോനെ. ഓർഗാനിക് കെമിസ്ട്രിയിൽ ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്ററിൽ NCERT കീപ്പ് ചെയ്യുന്ന ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിലല്ല ഞാൻ നിങ്ങളെ ഇത് പഠിപ്പിക്കണേ. ഇങ്ങനെ പഠിപ്പിച്ചാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ഒരേപോലെയുള്ള റിയാക്ഷൻസ് ഒരുമിച്ച് പഠിക്കാൻ പറ്റും. NCERTയുടെ ഒരു താളം ആദ്യം ആൽക്കൈൻസിനെ മൊത്തത്തിൽ അങ്ങോട്ട് പറയും. അതിൻ്റെ പ്രിപ്പറേഷൻ, ഫിസിക്കൽ പ്രോപ്പർട്ടി, അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറയും. എന്നിട്ട് ആൽക്കൈൻ, പിന്നെ ബെൻസീൻ, അങ്ങനെയാണ് NCERT പോകണേ. ഞാൻ അങ്ങനെയല്ല പറയണേ. ഞാൻ ആദ്യത്തെ എൻ്റെ മെയിൻ ഹെഡിങ് എന്ന് പറയുന്നത് പ്രിപ്പറേഷനാണ്. പ്രിപ്പറേഷൻ, ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ എങ്ങനെ നമുക്ക് ഈ പറയുന്ന കോമ്പൗണ്ടുകളെ ഉണ്ടാക്കാം. അതിൽ സബ് ഹെഡിങ് ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈൻ, ബെൻസീൻ, അങ്ങനെ പഠിക്കുമ്പോൾ ഒരേപോലെയുള്ള റിയാക്ഷൻസ് ഒരുമിച്ച് തീരും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന റിയാക്ഷൻസിലെല്ലാം ആൽക്കൈനിനെ ഉണ്ടാക്കുന്ന റിയാക്ഷനാണ് പറയാൻ പോണേ. എടാ, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടുകളിലേക്ക് നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം ഏതെങ്കിലും ഉപയോഗിച്ചാൽ ആ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടൊക്കെ പൊട്ടിയിട്ട് സിംഗിൾ ബോണ്ടാകും. ആവശ്യത്തിന് ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കും. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ. ഈ റിയാക്ഷൻ്റെ പേരൊന്ന് നോട്ട് ചെയ്തോ, കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ എന്നാണ് പേര്. അപ്പോൾ നോക്കിയാൽ മോനെ, ഇതാ ഇവിടെ CH2 ഡബിൾ ബോണ്ട്, CH2 ഡബിൾ ബോണ്ടാ. നിക്കൽ വന്നാൽ എന്ത് സംഭവിക്കും? ഹൈഡ്രജൻ ആഡ് ചെയ്യും. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആവും. എന്നിട്ട് ആവശ്യത്തിന് ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കുക. CH3 സിംഗിൾ ബോണ്ട്, CH3. ട്രിപ്പിൾ ബോണ്ട് ഇല്ലേ മോനെ, ഇവിടെ ട്രിപ്പിൾ ബോണ്ട്, പലേഡിയവും ഉണ്ട്. നിക്കലോ പലേഡിയോ പ്ലാറ്റിനോ ഏത് വന്നാലും ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒക്കെ സിംഗിൾ ബോണ്ട് ആവും. ഇവിടെ എത്ര കാർബണാ? 3 കാർബൺ. ആ 3 കാർബണുകൾക്കിടയിൽ സിംഗിൾ ബോണ്ടുകൾ മാത്രമാകും. ആവശ്യത്തിന് ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് CH3, ഇത് CH2, ഇത് CH3. സിമ്പിൾ റിയാക്ഷനാണ്. ദിസ് ഇസ് കോൾഡ് കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ. മോനെ, ഇതാരാ? RX എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഹാലൈഡ് എന്നാണ് അർത്ഥം. അതിലേക്ക് സിങ്കും HCl യൂസ് ചെയ്താൽ X ഇവിടുന്ന് പോയിട്ട് H ഇങ്ങോട്ട് കയറും. അപ്പോൾ RH കിട്ടും. സിമ്പിൾ റിയാക്ഷനാണ്. നോക്കിയിരുന്നു, CH3 CH2 Cl, ദിസ് ഇസ് ആൻ RX, ആൽക്കൈൽ ഹാലൈഡ് ആണ്. അവിടെ ഞാൻ സിങ്കും HCl യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞ് ഇവിടുത്തെ X പോകും. X ആരാ മോനെ? ക്ലോറിൻ പോയിട്ട് പകരം H ഇങ്ങോട്ട് കയറിയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു H കൂടി വന്നാൽ അയാൾ ആരായി? CH3 എന്നായി. സോ ദി പ്രൊഡക്റ്റ് എങ്ങനെ കിട്ടും? CH3 സിംഗിൾ ബോണ്ട്, CH3. സിമ്പിൾ അല്ലേ? ഇങ്ങനെ ഓരോന്ന് പഠിക്കല്ലാതെ ഹൈഡ്രോ കാർബൺസ് പഠിക്കാൻ വേറെ വഴിയില്ല. നിങ്ങൾക്ക് നാളെ കഴിഞ്ഞാൽ എക്സാമാണ്. ദയവ് ചെയ്തൊരു 1.5 മണിക്കൂർ ഇത് പഠിക്കുന്നതിലേക്കും മറ്റുമായിട്ട് ഹൈഡ്രോ കാർബണിന് വേണ്ടി മാറ്റിവെക്ക്. നീ റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല, ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിലും സിമ്പിളായിട്ട് ഹൈഡ്രോ കാർബൺ പഠിപ്പിക്കാൻ പറ്റുകയുമില്ല. വുഡ്സ് റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണെന്ന് നിങ്ങൾക്കറിയാം. വുഡ്സ് റിയാക്ഷൻ്റെ റിയേജൻ്റ് മരിച്ചാലും മറക്കരുത്, സോഡിയവും ഡ്രൈ ഈതറുമാണ്. വുഡ്സ് റിയാക്ഷനിൽ ആരാണ് റിയാക്ട് ചെയ്യുന്നത് നോക്കിക്കേ. 2 മോളിക്യൂൾ RX ആരാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ആൽക്കൈൽ ഹാലൈഡ്. അതിലെ 2 X അങ്ങോട്ട് പോകും മോനെ.
അപ്പോൾ പിന്നെ ആരെ ബാക്കിയുള്ളത് 2 R അല്ലേ ഉള്ളത്. ആ 6ഉം 6ഉം തമ്മിൽ അവർക്കിടയിൽ ഒരു പുതിയ ബോണ്ട് ഫോം ചെയ്യും. എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. 2 മോളിക്യൂൾ CH3Cl, ആരോ മാർക്കിന് മുകളിൽ സോഡിയം ഡ്രൈ ഈതർ ക്ലോറിൻ പോയി. ബാക്കി ആരാടുള്ളത്? 2 CH3 അല്ലേ ഉള്ളത്. അപ്പോൾ ഒരു CH3 മറ്റൊരു CH3 അവർക്കിടയിൽ ഒരു പുതിയ ബോണ്ട് കൊടുക്കുക. വലിയ വലിയ കോമ്പൗണ്ട് വരികയാണെങ്കിൽ, ചെറുതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കിട്ടും. വലിയ വലിയ കോമ്പൗണ്ട് വരികയാണെങ്കിൽ തെറ്റാതിരിക്കാൻ ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. ഇതായത് ഒന്ന് നോക്കിക്കേ, CH3 CH3 ഇവിടെ ഒരു Cl, ഈ ക്ലോറിൻ ഇവിടുന്ന് പോകും. പിന്നെ 2 ആൽക്കിൽ ഗ്രൂപ്പില്ലേടാ, ആ 2 ആൽക്കിൽ ഗ്രൂപ്പിനെ എഴുതുമ്പോൾ ശ്രദ്ധിച്ചെഴുതുക. ഒന്നിനെ നേരെ എഴുതുക, ഒരു ആൽക്കിൽ ഗ്രൂപ്പ് നേരെ എഴുതുക, CH3 CH3. ഓക്കെ, രണ്ടാമത്തെ ആൽക്കിൽ ഗ്രൂപ്പിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചെഴുതുക. അപ്പോൾ ഇപ്പം എങ്ങനെ എഴുതി? ഇങ്ങോട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതുക രണ്ടാമത്തത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവുക? CH3 CH3. ഇപ്പോൾ 2 ആൽക്കിൽ ഗ്രൂപ്പ് ഒന്നിങ്ങനെ എഴുതി. എന്നിട്ട് അവർക്കിടയിൽ ഒരു പുതിയ ബോണ്ട് ഇങ്ങോട്ട് ഫോം ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടി. പേരൊക്കെ ഒന്ന് ഇട്ടോക്ക്, IUPAC നെയിം ഒക്കെ ഒന്ന് ഇട്ടോക്ക്. 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ എന്നൊക്കെ ഇവൻ്റെ പേര് വരും. എടാ മോനെ, ഈ കിട്ടുന്ന പ്രൊഡക്റ്റിൽ ഇവിടെ എത്ര കാർബൺ ഉണ്ട് നോക്കിക്കേ? 2 കാർബൺ. ഇവിടെ എത്ര കാർബൺ ഉണ്ട് നോക്കിക്കേ? ടോട്ടലി പ്രൊഡക്റ്റിൽ 6 കാർബൺ ഉണ്ടാവും. വുഡ്സ് റിയാക്ഷൻ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, ഉണ്ടാകുന്ന പ്രൊഡക്റ്റിൽ എപ്പോഴും ഈവൺ നമ്പർ ഓഫ് കാർബൺ ആയിരിക്കും. രണ്ടാമത്തെ ഒരു പ്രത്യേകത, വുഡ്സ് റിയാക്ഷനിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എപ്പോഴും സിമ്മട്രിക്കലായിരിക്കും. അതായത് 2 അറ്റത്തു നിന്ന് ഇങ്ങനെ വരുമ്പോൾ 2 ഭാഗത്തും ഒരേപോലെ ആയിരിക്കും. ഇവിടെ CH3, ഇവിടെ CH, ഇവിടെ CH3. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റമുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വുഡ്സ് റിയാക്ഷന് പറ്റൂല. അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കേനിനെ ഉണ്ടാക്കാനും വുഡ്സ് റിയാക്ഷന് പറ്റൂല. ഈ 2 കാര്യങ്ങൾ വുഡ്സ് റിയാക്ഷൻ്റെ ലിമിറ്റേഷനാണ്, വുഡ്സ് റിയാക്ഷൻ്റെ പോരായ്മ. എന്താണത്? ആൽക്കെയിൻ വിത്ത് ഓഡ് നമ്പർ ഓഫ് കാർബൺ കനോട്ട് ബി പ്രിപ്പയർഡ്. രണ്ടാമത്തത് അൺസിമെട്രിക്കൽ ആൽക്കെയിൻ കനോട്ട് ബി പ്രിപ്പയർഡ്. ഈ 2 സാധനങ്ങളെ ഉണ്ടാക്കാൻ വുഡ്സ് റിയാക്ഷന് പറ്റില്ല എന്നത് വുഡ്സ് റിയാക്ഷൻ്റെ വലിയ ഒരു ഡീമെറിറ്റാണ്, ലിമിറ്റേഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരാളാണ് ഡീകാർബോക്സിലേഷൻ. ഡീകാർബോക്സിലേഷൻ്റെ റിയേജൻറ്റ് മരിക്കണ സമയത്ത് ഞാൻ വന്ന് ചോദിക്കും, പറഞ്ഞില്ലേ കൊന്നുകളയും. ആരാ മോനെ? സോഡാ ലൈമാണ്. ആരാ സോഡാ ലൈം എന്നറിയോ? NaOH പ്ലസ് കാൽസ്യം ഓക്സൈഡ് മിക്സ്ചറാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. സോഡിയം ഹൈഡ്രോക്സൈഡ് കാൽഷ്യം ഓക്സൈഡ് മിക്സ്ചറിനെ ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾ ഓമനിച്ച് വിളിച്ച പേരാണെന്ത് പറ? സോഡാ ലൈം. അപ്പോൾ സോഡാ ലൈം വന്നു കഴിഞ്ഞാൽ ഡീകാർബോക്സിലേഷൻ നടക്കും. ഡി എന്ന് പറഞ്ഞാൽ എന്താ മോനെ? റിമൂവൽ. കാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രൂപ്പ് എന്ന് ഓർക്കുക. ഓർക്കാനേ പറഞ്ഞുള്ളൂ, വിശ്വസിക്കാൻ പറഞ്ഞില്ല. അത് സത്യമല്ല, അതിൻ്റെ മെക്കാനിസം ഇങ്ങനെയൊന്നുമല്ല. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചർച്ചയാണ്. പ്രൊഡക്റ്റ് ആൻസർ കിട്ടാൻ, മാർക്ക് പോവാതിരിക്കാൻ ഇങ്ങനെ ചിന്തിക്കുക, ഒരു കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകും. എടാ, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു കാർബണും ഓക്സിജനും 2 ഓക്സിജനും അല്ലേ, അത് ഇങ്ങോട്ട് പോട്ടെ. ബാക്കി അവിടെ എന്താ ഉള്ളത്? Rഉം Hഉം അല്ലേ ഉണ്ടാവുക. സോ RH ഈസ് ദി പ്രൊഡക്റ്റ്. അങ്ങനെയാണെങ്കിൽ 2 എക്സാമ്പിൾ ഇത് അവിടെ ഉണ്ട്. CH3 COOH, ഇവിടെ നീ COO പോട്ടെ. അപ്പോൾ എന്താ ബാക്കിയുള്ള H? അപ്പോൾ CH3H എന്ന് പറഞ്ഞാൽ CH4. ഇവിടെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ CH3 ഇവിടെ COONA എന്നാണെങ്കിൽ, ഹലോ COONA എന്നാണെങ്കിൽ ചില കുട്ടികൾക്ക് അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കാറുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ COO ഇവിടെ നിന്ന് പോകും, എന്നിട്ട് ആ NA അവിടെ കയറിയിരിക്കും. അപ്പോൾ ബെൻസീൻ ഉണ്ടെങ്കിൽ NA അങ്ങനെ എഴുതും. അത് തെറ്റാണ്. അവിടെ NA ആണെങ്കിലും ശരി, H ആണെങ്കിലും ശരി, ഫൈനലി റിയാക്ഷൻ കഴിയുമ്പോൾ അവിടെ H തിരിച്ചെത്തിയിട്ടുണ്ടാകും. സോ ബെൻസീൻ റിങ്ങിലെ ആ COO അവിടെ നിന്ന് പോയിട്ട് NA അല്ല, ആ NA പോയിട്ട് അവിടെ HN എത്തിയിട്ടുണ്ടാവും. സോ ബെൻസീൻ ഈസ് ദി പ്രൊഡക്റ്റ്. ബെൻസീനെങ്കിൽ Hനെ അവിടെ വരച്ച് കാണിക്കണമെന്ന് നിർബന്ധമില്ല, കാരണം ബെൻസീനെങ്കിൽ ബാക്കിയുള്ളിടത്തൊക്കെ H ഉണ്ടല്ലോ. അപ്പോൾ കളി മനസ്സിലായില്ലേടാ? ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ കാണുന്ന റിയാക്റ്റൻറ്റിൽ N നമ്പർ ഓഫ് കാർബൺ ഉണ്ടെന്ന് വിചാരിച്ചു. കിട്ടുന്ന പ്രൊഡക്റ്റിൽ എത്ര കാർബണേ ഉണ്ടാവുള്ളൂ? N-1 നമ്പർ ഓഫ് കാർബണേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ? ഇവിടുത്തെ ഒരു COO ഗ്രൂപ്പ് പോകുമ്പോൾ അവിടുന്ന് ഒരു കാർബണും കൂടി നഷ്ടപ്പെടുന്നുണ്ടല്ലോ. COO എന്ന് പറയുമ്പോൾ അതിലൊരു കാർബൺ പോകുന്നുണ്ടല്ലോ. സോ 5 കാർബണുള്ള കാർബോക്സിലിക് ആസിഡ് റിയാക്ട് ചെയ്താൽ 4 കാർബണുള്ള ആൽക്കേനെ കിട്ടുള്ളൂ. 3 കാർബണുള്ള ആൽക്കേൻ കിട്ടണമെങ്കിൽ 4 കാർബണുള്ള കാർബോക്സിലിക് ആസിഡ് റിയാക്ട് ചെയ്യണം. തിരിച്ചു മറിച്ചൊക്കെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതൊന്നും ഓർത്ത് വെച്ചേക്കണേ. ഡീകാർബോക്സിലേഷൻ. പിന്നെ മോനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരാളാണ് കോൾബ്സ് ഇലക്ട്രോളിസിസ്. കോൾബിൻ്റെ ഇലക്ട്രോളിസിസിൻ്റെ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഞാൻ എഴുതി തരാം. അത് പഠിക്കൽ ഫർളാണ്, നിർബന്ധമായും പഠിക്കണം. അതൊക്കെ എഴുതി പിടിപ്പിച്ചാൽ നമുക്ക് വിവരമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് മാർക്ക് കുറച്ച് കിട്ടിക്കോളും. പൊന്നുമോനെ എഴുതിയെടുത്തോ. 2 മോളിക്യൂൾ RCOONA. ആരോ മാർക്കിന് മുകളിൽ ആരാ? ഇലക്ട്രോളിസിസ്. പ്രൊഡക്റ്റുകൾ കാണാതെ പഠിച്ചോ, ഒരേ താളത്തിലാണ്. RR കിട്ടും. RR എങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ഈ കൂന ഇല്ലേടാ, ഈ കൂന COONA, അത് 2 എണ്ണം അവിടെ നിന്ന് പോകും. 2 എണ്ണം എങ്ങനെ പോകുക? ഇത് 2 മോളിക്യൂൾ ഉണ്ടല്ലോ. അപ്പോൾ 2 COONA പോയി. അപ്പോൾ ബാക്കി 2 R ഉണ്ടാവും. ആ 2 R ആണ് ഇവിടുത്തെ പ്രൊഡക്റ്റ്. ബാക്കി ബൈ പ്രൊഡക്റ്റ് എല്ലായിടത്തും സെയിമാ. ആരൊക്കെയുള്ളത്? 2 കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജന് NaOH. സപ്പോസ് ഇവിടെ COONA എന്നതിന് പകരം COOK എന്നായിരുന്നെങ്കിൽ NaOH കിട്ടുന്നതിന് പകരം
KOH കിട്ടും, വേറെ പ്രത്യേകതയൊന്നുമില്ല. അപ്പോൾ നോക്കടാ, ഇതിൽ തന്നെ ആദ്യത്തെ രണ്ടാളുകളും ഉണ്ടാകുന്നത് ആനോഡിലാണെന്നും ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാഥോഡിലാണെന്നും പഠിച്ചു വെക്കണം. NaOH ഇലക്ട്രോലൈറ്റ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. 2 മോളിക്യൂൾ CH3CONA, COONA പോട്ടെ, ബാക്കി 2 CH3 ഉണ്ട്. സോ ദി മെയിൻ പ്രൊഡക്റ്റ് ഈ CH3CH3. ഇതേ മാറുള്ളൂ, റിയാക്ഷൻ മാറുന്നതിനനുസരിച്ച് ഇതേ മാറുള്ളൂ. ബാക്കി എല്ലായിടത്തും ഒരേപോലെ 2 കാർബൺ ഡൈ ഓക്സൈഡ്, ഒരു ഹൈഡ്രജൻ, ഒരു NaOH. ഒരു NaOH ആയിരിക്കില്ല, 2 NaOH ആയിരിക്കും കേട്ടോ. ബാലൻസ് ചെയ്തപ്പോൾ അവിടെ 2 കൂടി വിട്ടുപോയിട്ടുണ്ട്, 2 NaOH. ഇനി ബാക്കി അതൊക്കെ ഇതേപോലെ തന്നെ. ആദ്യത്തെ രണ്ടാളവിടെ ആനോഡിൽ, ഇയാളവിടെ കാഥോഡിൽ, ഇയാളെന്താ ഇലക്ട്രോലൈറ്റ്. ഇങ്ങനെ മാറ്റി ഇങ്ങനെ കൊടുത്താൽ അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യാം. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ സൂപ്പറായിട്ട് എഴുതി വെക്കാൻ പറ്റിയ സാധനമാണ് കോൾബ്സ് ഇലക്ട്രോളിസിസ്. 1200 വിദ്യാർത്ഥികൾ CM അക്കാഡമിയിൽ പഠിച്ചതിൽ ഒരു ബന്ധമില്ല കേട്ടോ, ഞാൻ പെട്ടെന്ന് പറഞ്ഞതാണ്. ഫുൾ മാർക്ക് വാങ്ങിയ 24 വിദ്യാർത്ഥികളുണ്ടായിരുന്നു ഓൺലൈൻ ബാച്ചിൽ. 24 സ്റ്റുഡൻസിന് ഫുൾ മാർക്കാണ്, ഫുൾ A+ അല്ല. 1200 വിദ്യാർത്ഥികളിൽ 770 വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ വാങ്ങിച്ചു കൊടുക്കാനും CM അക്കാഡമിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ വേറെ ആർക്കും പറ്റിയിട്ടില്ല. അതെന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പറ്റണമെന്ന് വെച്ചാൽ ഞങ്ങൾ കുട്ടികളുടെ പിന്നാലെ കൂടും. അവർ പഠിച്ചു എന്ന് ഉറപ്പിക്കുന്നതുവരെ ഞങ്ങൾ അവരുടെ പിന്നാലെ ഉണ്ടാകും. ഡിസംബർ ആകുമ്പോഴേക്കും അവരുടെ +2 ടോപ്പിക്സ് തീർത്തു കൊടുക്കും. പിന്നെ നിങ്ങൾക്ക് +2 ആണ്, പ്രാക്ടിക്കലായി റെക്കോർഡ് എഴുത്തായി പരിപാടികളുടെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ബാക്കിയുള്ള സെൻറ്ററുകളിൽ നടത്തുന്ന പോലെയുള്ള ക്ലാസ്സുകൾ കിട്ടിയിട്ട് കാര്യമില്ല. നിങ്ങൾക്കറിയാം, +1 പലരും +1 ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ക്ലാസ് കാണാത്തവരാണ്. കേരളത്തിലെ ഒരു പ്ലാറ്റ്ഫോമിനും ഒരു പ്രശ്നവുമില്ല, നിങ്ങളാണ് ക്ലാസ് കാണാത്തവർ. പക്ഷേ നിങ്ങൾ ക്ലാസ് കണ്ടില്ല എങ്കിൽ CM അക്കാഡമിയുടെ കംപ്ലീറ്റ് മോണിറ്ററിംഗ് സിസ്റ്റത്തിൽ നിങ്ങളെ പൊക്കും. നിങ്ങൾ ക്ലാസ് കാണും. നിങ്ങളുടെ എക്സാംസിലും മാർക്ക് കുറഞ്ഞാൽ ഞങ്ങൾ പാരൻസ് മീറ്റിംഗ് സ്പെഷ്യലായിട്ട് കണ്ടക്ട് ചെയ്യും. വളരെ ചുരുങ്ങിയ ചിലവിൽ ഞങ്ങളുടെ കംപ്ലീറ്റ് സർവീസും നിങ്ങൾക്ക് കിട്ടാൻ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അതിന് ഒരു മാസത്തേക്ക് 399 രൂപ മാത്രമേ നിങ്ങൾക്ക് ചാർജ് വരുന്നുള്ളൂ. ഇത് നിങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു 4-5 ആൾക്കാർ കൂടി ഒരുമിച്ച് കുട്ടികളോടൊക്കെ പറഞ്ഞിട്ട് ഒരുമിച്ച് ജോയിൻ ചെയ്തോ. ഫസ്റ്റ് അഡ്മിഷൻ എടുക്കുന്ന 500 വിദ്യാർത്ഥികൾക്കാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുള്ളൂ. അഡ്മിഷൻ ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വിദ്യാർത്ഥികളെയും കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ മാത്രമേ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ, ബാക്കി നിങ്ങളുടെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നേരിട്ട് പറഞ്ഞുതരാം. ബോയിലിംഗ് പോയിന്റിനെ കുറിച്ച് സംസാരിച്ചാൽ 2 കാര്യങ്ങൾ നിങ്ങൾ അറിയണം. ഒന്ന്, ബോയിലിംഗ് പോയിന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് കാർബൺ. കാർബണിൻ്റെ എണ്ണം കൂടുതലുള്ളിടത്ത് ബോയിലിംഗ് പോയിന്റ് കൂടും. ഇവിടെ 2 കാർബൺ, മോനെ ഇവിടെ 3 കാർബൺ, മോനെ ഇവിടെ 4 കാർബൺ. സോ കാർബണിൻ്റെ എണ്ണം കൂടുതലുള്ള ആൾക്ക് ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. ഇങ്ങോട്ട് നോക്കും മോനെ, ഇവിടെ എത്ര കാർബണാ? 4 കാർബൺ. ഇവിടെ എത്ര കാർബണാ? ഇവിടെയും 4 കാർബൺ. ടോട്ടലാണ് കേട്ടോ പറയണേ. അപ്പോൾ ഇവിടെ ബോയിലിംഗ് പോയിന്റ് കാർബണിൻ്റെ എണ്ണം വെച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ സ്ഥലത്ത് മാത്രം ബോയിലിംഗ് പോയിന്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ബ്രാഞ്ച് ആയിരിക്കും. അപ്പോൾ ബ്രാഞ്ചിൻ്റെ എണ്ണം കൂടിയാൽ ബോയിലിംഗ് പോയിന്റ് കുറയും. ഇവിടെ ഇപ്പോൾ ഒരു ബ്രാഞ്ച് ഉണ്ട്, ഇവിടെ ബ്രാഞ്ച് ഒന്നുമില്ല. സോ ഇയാൾക്ക് ബോയിലിംഗ് പോയിന്റ് കുറച്ചൊന്ന് കുറവായിരിക്കും. അപ്പോൾ ഈ 2 റൂള് മതി പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്ന ബോയിലിംഗ് പോയിന്റിൻ്റെ ഓർഡർ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. എടാ, ഹൈഡ്രോ കാർബൺസ് എല്ലാവരും വെള്ളത്തിൽ ഇൻസൊല്യൂബിൾ ആണ്. എന്തുകൊണ്ട്? ഒരു ഓർഗാനിക് കോമ്പൗണ്ട് വെള്ളത്തിൽ സൊല്യൂബിൾ ആവാൻ അയാൾക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാനുള്ള കഴിവ് വേണം. ഹൈഡ്രോ കാർബൺസിന് കനോട്ട് ഫോം ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഹൈഡ്രോ കാർബണുകൾ വെള്ളത്തിൽ സൊല്യൂബിൾ അല്ലാത്തത്. ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ആൽക്കഹോളുകൾ, ആൽഡിഹൈഡുകൾ, കാർബോക്സിലിക് ആസിഡുകളൊക്കെ വെള്ളത്തിൽ സൊല്യൂബിൾ ആകുന്നുമുണ്ട്. അപ്പോൾ ഈ ഹൈഡ്രോ കാർബൺ വെള്ളത്തിൽ സൊല്യൂബിൾ അല്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ബിക്കോസ് ഇറ്റ് കനോട്ട് ഫോം ഹൈഡ്രജൻ ബോണ്ടിങ്. ഇനി നോക്കടാ, ആൽക്കീനിനെയാണ് ഉണ്ടാക്കാൻ പോണേ. ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ആണല്ലോ. അതിൽ ഒന്നാമത്തെ മെത്തേഡ് ട്രിപ്പിൾ ബോണ്ടിൽ നിന്നാണ്. എടാ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ഭയങ്കര സംഭവമാക്കി ചോദിക്കുന്ന സാധനമാണ്. ട്രിപ്പിൾ ബോണ്ടുള്ള കാർബൺ ഡബിൾ ബോണ്ടഡ് കാർബണായി മാറാൻ 2 റിയേജൻറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ആ 2 റിയേജൻറ്റിൻ്റെ പേര് പഠിക്കണേ. ഒന്നാമത്തത് പലേഡിയം ബാർ കാർബൺ. പലേഡിയം ബാർ കാർബണിനെ ഞങ്ങൾ ശാസ്ത്രലോകത്ത് വിളിക്കുന്ന പേര് ലിൻഡ്ലേഴ്സ് കാറ്റലിസ്റ്റ് എന്നാണ്. ലിൻഡ്ലേഴ്സ് കാറ്റലിസ്റ്റ്. രണ്ടാമത്തെ ആളാണ് സോഡിയം ബാർ ലിക്വിഡ് അമോണിയ. ലിൻഡ്ലേഴ്സ് കാറ്റലിസ്റ്റും സോഡിയം ബാർ ലിക്വിഡ് അമോണിയ. ഇങ്ങനെ 2 പേരാണ് ട്രിപ്പിൾ ബോണ്ടിനെ ഡബിൾ ബോണ്ടാക്കി മാറ്റാൻ പറ്റുന്നവർ. മോനെ, എക്സാമ്പിൾ നോക്കാം. ഇതൊരു ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ടാണ്. പലേഡിയം ബാർ കാർബൺ യൂസ് ചെയ്താൽ ഇത് ഡബിൾ ബോണ്ടാകും. ഡബിൾ ബോണ്ടായി എങ്ങനെ ഉണ്ടാവുക? കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ. എത്രയാണോ ഡബിൾ ബോണ്ട് ആവാൻ ആവശ്യത്തിന് ഹൈഡ്രജൻ ആഡ് ചെയ്യേണ്ടത് അതാണ് ആഡ് ചെയ്ത് കൊടുത്തോ. ബാക്കി ഇവിടെ എത്ര? CH2 സിംഗിൾ ഡബിൾ ബോണ്ട് CH2. കാർബണിൻ്റെ ബാലൻസ് 4 ആണല്ലോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യുക.
ഇനി ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള കാര്യം ഈ കാണുന്ന കാര്യമാണ്. ഇടയിൽ ഉണ്ടാകുന്ന ആൾ ആൽക്കീൻ അല്ലേ? ആ ആൽക്കീനിന് ശ്രദ്ധിക്കണേ, ആൽക്കീനുകളിൽ ചിലർക്ക് എന്ത് കാണിക്കാൻ പറ്റും? ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റും. അത് ഞാൻ ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന ചാപ്റ്ററിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റും. അപ്പോൾ ആ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുന്ന ആൽക്കീനാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ജോമെട്രിക്കൽ ഐസോമറിസം എന്നുള്ള ടോപ്പിക്ക് കണ്ടവർക്ക് അറിയാം ഇയാൾക്ക് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റൂല. അപ്പോൾ ഇവിടെ പലേഡിയം ബാർ കാർബൺ വന്നാലും സോഡിയം ബാർ ലിക്വിഡ് അമോണിയ വന്നാലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. എന്നാൽ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുന്ന ആളാണ് ഇവിടെ ഉണ്ടാകുന്ന ആൽക്കീൻ എങ്കിൽ ശരിക്കും ശ്രദ്ധിച്ച് കാണണേ, ഈ പലേഡിയം ബാർ കാർബൺ ലിൻഡ്ലേഴ്സ് കാറ്റലിസ്റ്റ് അതിൻ്റെ സിസ് ഐസോമറിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. സോഡിയം ബാർ ലിക്വിഡ് അമോണിയ അതിൻ്റെ ട്രാൻസ് ഐസോമറിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. സിസ് ഐസോമറും ട്രാൻസ് ഐസോമറുമാണ് പ്രൊഡ്യൂസ് ചെയ്യുക. പലേഡിയം ബാർ കാർബൺ സിസ് ഐസോമർ ഉണ്ടാക്കും, സോഡിയം ബാർ ലിക്വിഡ് അമോണിയ ട്രാൻസ് ഐസോമർ ഉണ്ടാക്കും. ഇപ്പം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാളത്തെ പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ഒരു കാര്യമാണ്. മോനെ ഇതാരാ? CH3 സി ട്രിപ്പിൾ ബോണ്ട് സി സിംഗിൾ ബോണ്ട് CH3. പലേഡിയം ബാർ കാർബൺ യൂസ് ചെയ്താലും സോഡിയം ബാർ ലിക്വിഡ് അമോണിയ യൂസ് ചെയ്താലും ഈ ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആവും. അപ്പോൾ കിട്ടാൻ പോകുന്ന പ്രൊഡക്റ്റിന് ഞാൻ ഇവിടെ ഒന്ന് വരച്ചിടാം. CH3 CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. ഇതാണ് ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആകുന്ന പ്രൊഡക്റ്റ്. അയാളുടെ പേര് 2-ബ്യൂട്ടീൻ എന്നല്ലേടാ പഠിപ്പിച്ചതാണ്. 2-ബ്യൂട്ടീനിന് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റും. അപ്പോൾ അയാൾക്ക് തന്നെ സിസ് ഐസോമറും ഉണ്ട് ട്രാൻസ് ഐസോമറും ഉണ്ട്. അപ്പോൾ അതിൽ പലേഡിയം ബാർ കാർബൺ യൂസ് ചെയ്താൽ ആ പ്രൊഡക്റ്റിൻ്റെ സിസ് ഐസോമർ ഇവിടെ ഉണ്ടാവുക. എങ്ങനെ സിസ് വരയ്ക്കാമെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ എന്നിട്ട് ഇങ്ങനെ സിസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? CH3H എന്ന് ഇവിടെ കൊടുക്കുക, CH3H എന്ന് വീണ്ടും ഇവിടെ തന്നെ കൊടുക്കുക. അതായത് സെയിം സൈഡിൽ ഒരേ ആൾക്കാർ വരും. ട്രാൻസ് ആണെങ്കിൽ സോഡിയം ബാർ ലിക്വിഡ് അമോണിയ ഉപയോഗിച്ചാൽ ട്രാൻസാണ് കിട്ടുക. അപ്പോൾ എങ്ങനെ ഉണ്ടാവുക? ഒരു CH3 ഇവിടെ, H ഇവിടെ, അടുത്ത CH3H തിരിഞ്ഞാൽ വരിക. അപ്പോൾ ഇവിടെ H കിട്ടും, ഇവിടെ CH3 കിട്ടും. 2-ബ്യൂട്ടീനിൻ്റെ ട്രാൻസ് ഐസോമർ കിട്ടും. അപ്പോൾ പലേഡിയം ബാർ കാർബണും സോഡിയം ബാർ ലിക്വിഡ് അമോണിയും ഏകദേശം ഒരേ ഫംഗ്ഷനാണ് ചെയ്യുന്നതെങ്കിലും ഉണ്ടാകുന്ന ആൽക്കീനിന് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുമെങ്കിൽ അവരിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എന്താണെന്ന് പരീക്ഷയ്ക്ക് എല്ലാ വർഷവും ചോദിക്കാറുമുണ്ട്. മോനെ സിങ്ക് ഇല്ലേ, സിങ്ക് ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. കാണുന്ന ഹാലജനൊക്കെ എടുത്തുകൊണ്ട് പോകും. ഈ ഹാലജൻ പോകും, ഈ ഹാലജൻ പോകും, അവിടുന്ന് ZnCl2 പുറത്തേക്കാണ് പോകും. ഇങ്ങോട്ട് നോക്കിയേ, ഈ ഹാലജൻ പോയ ഇനി ഇവിടെ ആരാളുള്ളത്? CH2. ഈ ഹാലജൻ പോയ ഇവിടെ ആരാളുള്ളത്? CH2. അപ്പോൾ ഈ കാർബണിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ, സന്തോഷമാണോ വിഷമമാണോ? വിഷമം. എന്താ വിഷമം? ഒരു വാലൻസി കുറവുണ്ട് എന്നുള്ള വിഷമം. ഈ കാർബണിനുണ്ടാ വിഷമം. ഒരേ വിഷമമുള്ള രണ്ട് കാർബണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിത്രത്തിൽ ഇന്ന് വരെ നോക്കി നിന്നിട്ടില്ല. അവർക്കിടയിൽ ഒരു പുതിയ ബോണ്ട് അവരങ്ങോട്ട് ഉണ്ടാക്കും, അവരെ വിഷമം തീരും. ഒരു ബോണ്ടിൻ്റെ കുറവുണ്ട് എന്നുള്ളതാണല്ലോ ഇവൻ്റെ വിഷമം, അതുതന്നെയാണ് അവൻ്റെയും വിഷമം. എനിക്കൊരു ബോണ്ടിൻ്റെ കുറവുണ്ട് പറഞ്ഞു രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കണോ? അവർ തമ്മിൽ അങ്ങോട്ട് ഒരു പുതിയ ബോണ്ട് ഉണ്ടാക്കിയാൽ പോരെ, വിഷമം തീരും. അതുകൊണ്ട് ഉണ്ടാകുന്ന ആളാരാന്ന് നോക്കിയാൽ വിഷമം തീർക്കലൊക്കെ അവിടെ നിൽക്കട്ടെ, ആൽക്കീൻ. അപ്പോൾ സിങ്ക് വന്നു കഴിഞ്ഞാൽ ഹാലജൻസ് ഒക്കെ എടുത്തുകൊണ്ട് പോകും, അവിടെ ആൽക്കീൻ ഉണ്ടാകും എന്ന് ഓർത്ത് വെച്ചേക്കുക. മോനെ ഇതേപോലെ മറ്റൊരു സ്വഭാവക്കാരനാണ് ആൽക്കഹോളിക് OH. ആൽക്കഹോളിക് OHൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒറ്റവാക്കിലൂടെ എഴുതാം. ഡീഹൈഡ്രോ ഹാലോജിനേഷൻ ഓർ ഇറ്റ് ഈസ് കോൾഡ് ബീറ്റ എലിമിനേഷൻ. എന്താ സംഭവിക്കണമെന്ന് ഞാൻ പഠിപ്പിച്ചുതരാം, നോക്കിക്കോട്ടോ. എടാ നല്ലോണം ശ്രദ്ധിച്ച് കണ്ടോ, അറിയാവുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോ. ഇവിടെ നിന്ന് ഒരു എച്ചും ഒരു എക്സും, ഇവിടുത്തെ എക്സ് ആരാടാ? ക്ലോറിൻ അല്ലേ? ക്ലോറിനും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. HX റിമൂവ് ചെയ്യുക. ഇതാണ് ആൽക്കഹോളിക് OHൻ്റെ ഈ ദുനിയാവിൽ നിങ്ങൾ ആകെ അറിഞ്ഞു വെക്കേണ്ട ഒരേ ഒരു പണി. ആൽക്കഹോളിക് OH എന്ന് മനസ്സിലേക്ക് എപ്പോൾ വന്നാലും മനസ്സിൽ വരേണ്ട കാര്യം ഇതാണ്, റിമൂവൽ ഓഫ് HX. ഇതിൻ്റെ ശാസ്ത്രനാമമാണ് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. ഡി എന്ന് പറഞ്ഞാൽ റിമൂവൽ, ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ, ഹാലോജിനേഷൻ എന്ന് പറഞ്ഞാൽ ഹാലജൻ. അപ്പോൾ ഹൈഡ്രജനും ഹാലജനും റിമൂവ് ചെയ്യുക, ഒക്കെ ഒന്ന് തന്നെ. ഇനി പറയടാ, ഈ ക്ലോറിൻ ഇല്ലടാ, ഈ ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബണിനെ ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾ വിളിക്കുന്ന പേര് ആൽഫ എന്നാണ്. അതിൻ്റെ തൊട്ടടുത്ത കാർബണിനെ നമ്മൾ വിളിക്കുന്ന പേര് ബീറ്റ എന്നാണ്. ഒന്ന് ഓർത്ത് വെക്ക്, ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബണാണ് ആൽഫ, തൊട്ടടുത്ത കാർബണാണ് ബീറ്റ. ഈ ആൽഫ കാർബണിൽ നിന്നാണ് ക്ലോറിൻ പോവുക. ക്ലോറിൻ പോകുമല്ലോ, എവിടെ നിന്നാണ് പോവുക? ഫ്രം ആൽഫ. ബീറ്റ കാർബണിൽ നിന്നാണ് ഹൈഡ്രജൻ പോവുക, ഫ്രം ബീറ്റ. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ആര് പോയി? ഹൈഡ്രജൻ പോയി, ബാക്കി ഇവിടെ ആരാള്? CH2 എന്നുണ്ടാവും. ഓക്കെ, ഇവിടെ നിന്ന് ആര് പോയി? ക്ലോറിൻ പോയി, ബാക്കി ഇവിടെ ആരാള്? CH2 എന്നുണ്ടാവും. അപ്പോൾ രണ്ടുപേരും ഓരോ വിഷമുള്ള ആൾക്കാരായി. സോ അവർക്കിടയിൽ പുതിയൊരു ബോണ്ട് വന്നു, CH2 ഡബിൾ ബോണ്ട് CH2, ആൽക്കീൻ കിട്ടി. നമ്മളെ ചർച്ച അതാണല്ലോ, ആൽക്കീനിനെ കിട്ടുക. എന്നാൽ ഇയാളോ നോക്കിക്കേ, ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. മോനെ ക്ലോറിൻ എന്ന ഈ ആറ്റം അറ്റാച്ച് ചെയ്ത ഈ കാർബണിൻ്റെ പേരാണ് ആൽഫ, തൊട്ടടുത്ത കാർബണാണ് ബീറ്റ. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ തൊട്ടടുത്ത് രണ്ട് കാർബൺ ഉണ്ട്, ഇവിടെ ഒരു ബീറ്റ് ഉണ്ട്, ഇവിടെ ഒരു ബീറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ
β1 എന്ന് പേര് വിളിച്ചു, ഇതിനെ β2 എന്ന് പേര് വിളിച്ചു. ഓക്കെ അല്ലേടാ? β1ഉം β2. 2 ടൈപ്പ് ബീറ്റ വന്നാൽ ഹൈഡ്രജൻ്റെ എണ്ണം കുറവുള്ള ബീറ്റയിൽ നിന്നാണ് വീണ്ടും ഹൈഡ്രജൻ പോവുക എന്നാണ് റൂള്. എങ്ങനെയാ? 2 ടൈപ്പ് ബീറ്റ വന്നാൽ ഹൈഡ്രജൻ എണ്ണം എവിടെയാണോ കുറവ് അവിടെ നിന്ന് തന്നെ ഹൈഡ്രജൻ വീണ്ടും പോവുക. അപ്പോൾ അവിടെ β1ലാണോ β2ലാണോ ഹൈഡ്രജൻ കുറവ്? β2. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഹൈഡ്രജൻ പോകും. ഇവിടെ നിന്നാണ് ഹൈഡ്രജൻ പോവുക, ഇവിടെ നിന്നല്ല. അപ്പോൾ ഇവിടെ നിന്ന് ഹൈഡ്രജൻ പോയിട്ട് കിട്ടുന്നതാണ് മേജർ പ്രൊഡക്റ്റ്. സോ പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാവുക? ഈ CH3 കഥയൊന്നും അറിയാതെ അങ്ങനെ കിടപ്പുണ്ടാവും. ഇവിടെ CH, അവിടുന്ന് ക്ലോറിൻ പോയിട്ടുണ്ടാവും. ഇവിടുന്ന് ഹൈഡ്രജൻ പോയി, സോ അവർക്കിടയിൽ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. സോ ദിസ് CH സിംഗിൾ ബോണ്ട് CH3. ഒരു ഹൈഡ്രജൻ എണ്ണം കുറവുള്ള ഭാഗത്ത് നിന്ന് തന്നെ ഹൈഡ്രജൻ പോകുന്ന ഈ റൂളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെയ്റ്റ്സഫ് റൂൾ. എന്താണ് കുഞ്ഞെ പേര് പറഞ്ഞോ? സെയ്റ്റ്സഫ് റൂൾ എന്നാണ് പേര്. ഇതേപോലെ OH വന്നാലും കഥയുണ്ട്. മോനെ ശരിക്കും ശ്രദ്ധിച്ചോ. OH അറ്റാച്ച് ചെയ്ത കാർബണാണ് ആൽഫ, തൊട്ടടുത്ത കാർബണാണ് ബീറ്റ. ആൽഫ കാർബണിൽ നിന്ന് OHനെയും നേരത്തെ പറഞ്ഞ അതേപോലെ ബീറ്റ കാർബണിൽ നിന്ന് Hനെയും റിമൂവ് ചെയ്യാൻ കഴിവുള്ള ആളാണ് കോൺസെൻട്രേറ്റഡ് H2SO. ടെമ്പറേച്ചർ ശ്രദ്ധിക്കണേ, 443 കെൽവിൻ തികച്ചും വേണം. അപ്പോൾ ആൽഫയിൽ നിന്ന് ആര് പോകും? OH. ബീറ്റയിൽ നിന്ന് ആര് പോകും? H. ചുരുക്കത്തിൽ ആര് പോകും? സബ്സെബിടെ ശുദ്ധപാനി, പച്ചവെള്ളം പോകും. അപ്പോൾ എന്താ പ്രൊഡക്റ്റ്? ഇവിടെ നിന്ന് H ആണ് പോയാൽ CH2 എന്നാകും. ഇവിടെ എന്താ? OH പോയി കഴിഞ്ഞാൽ CH2 എന്നാകും. വിഷമം തീർക്കാൻ അവർക്കിടയിൽ പുതിയ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. എല്ലായിടത്തും കഥ ഒരേപോലെയാണ്. നമ്മൾ ആൽക്കെയിൻ ഉണ്ടാക്കി, ഇനി ആൽക്കൈൻ ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ഉണ്ടാക്കാൻ പോവാണ്. കാൽസ്യം കാർബൈഡിലേക്ക് വെള്ളമൊഴിക്കുക. ലോക പ്രശസ്തമായ റിയാക്ഷനാണ്. ഈ റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് ഞാൻ എഴുതിത്തരാം. അത് എന്നിട്ട് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ എളുപ്പവഴിയും ഞാൻ പഠിപ്പിച്ചുതരാം. CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് 2 ഇല്ല, വെയിറ്റ് ചെയ്യും, പ്ലസ് CaOH ട്വൈസ്. ഇതാണ് പ്രൊഡക്റ്റ്. എങ്ങനെയാണ് സാറേ ഇത് കാണാൻ പഠിക്കുക? ഇവൻ്റെ പേരാണ് അസറ്റിലീൻ. അസറ്റിലീൻ. ഇത് പരീക്ഷയ്ക്ക് എങ്ങനെ ചോദിക്കാൻ അറിയോ നിങ്ങൾക്ക്? CaC2 പ്ലസ് 2H2O ഗീവ്സ് ഇവിടെ ഒരു P എന്നോ അല്ലെങ്കിൽ Q എന്നോ അല്ലെങ്കിൽ A എന്നൊക്കെ തരും, അല്ലെങ്കിൽ X എന്ന് തരും, പ്ലസ് CaOH ട്വൈസ്. എന്നിട്ട് ഈ ആളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി ഈ പ്രൊഡക്റ്റ് ബൈ പ്രൊഡക്റ്റ് മറന്നു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ അതിന് ഞാനൊരു എളുപ്പവഴി പഠിപ്പിച്ചുതരാം. മോനെ ഈ കാൽസ്യം കാർബൈഡിൻ്റെ ചിത്രം പഠിച്ചാൽ മതി. ഒരു കാൽസ്യം ഉണ്ട്, 2 കാർബൺ ഉണ്ട്. തിങ്ക് പണ്ണുക. കാൽസ്യത്തിൻ്റെ വാലൻസി എത്രയാണ് മോനെ? കാൽസ്യം ഗ്രൂപ്പ് 2 എലമെൻ്റ് 2, അയാളുടെ വാലൻസി 2. അപ്പോൾ ഈ കാർബണിലേക്ക് ഒരു ബോണ്ട്, ഈ കാർബണിലേക്ക് ഒരു ബോണ്ട്. മനസ്സിൽ വിചാരിച്ചു. കാർബണിൻ്റെ വാലൻസി 4 അല്ലേടാ? അതിലിപ്പോൾ 1 അല്ലേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇയാൾക്ക് 3 കുറവുണ്ട്, ഇയാൾക്ക് 3 കുറവുണ്ട്. സോ അവർക്കിടയിൽ ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവും. ഇതാണ് കാൽസ്യം കാർബൈഡ്. അതിലേക്ക് 2 മോളിക്യൂൾ വെള്ളം ഒഴിച്ചു. ഇതാരാ വന്നേക്കണം നോക്കിയേ? Hഉം OHഉം. വെള്ളമല്ലേടാ അത്? അപ്പോൾ ഒരു മോളിക്യൂൾ മുകളിൽ എഴുതുക, ഒരു മോളിക്യൂൾ താഴെ എഴുതുക, HOH. എന്നിട്ടൊന്നും നോക്കണ്ട, കണ്ണും ചിമ്പി ഒരു വെട്ട് ഇങ്ങനെയാണ് വെട്ടുക. പരിപാടി കഴിഞ്ഞു. ഇതാരാ? CH ട്രിപ്പിൾ ബോണ്ട് CH, അതല്ലേ ഇത്? ഇതാരാ? CaOH ട്വൈസ്, അതല്ലേ ഇത്? അപ്പോൾ ഈ സ്ട്രക്ചർ മനസ്സിലുണ്ടെങ്കിൽ റിയാക്ഷൻ നിങ്ങൾ മറക്കില്ല. മോനെ CH2 ClCl, നമ്മളിതിനെ വിസ് ഡൈഹാലൈഡ് എന്നല്ലടാ പേര് വിളിക്കുക, വിസ് ഡൈക്ലോറൈഡ് എന്ന് പേര് വിളിക്കും. വിസ് എന്ന് പറഞ്ഞാൽ എന്താടാ? വിസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത കാർബൺ എന്നാണ്. ഇതിൽ നിന്ന് എനിക്ക് ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതിന് 2 റിയേജൻറ്റ് വേണം. ആരാ അറിയോ? ആൽക്കഹോളിക് KOHഉം വേണം, NaNH2ഉം വേണം. ആൽക്കഹോളിക് KOHൻ്റെ പണി ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു Clഉം Hഉം പോകും. പക്ഷെ ഒരു Clഉം ഒരു Hഉം കളയാനേ ആൽക്കഹോളിക് KOH പറ്റുള്ളൂ. 2 Clഉം 2 Hഉം പോകണമെങ്കിൽ കൂട്ടത്തിൽ ആരും കൂടി വേണം? NaNH2ഉം കൂടി വേണം. അപ്പോൾ ചുരുക്കത്തിൽ ഈ ക്ലോറിൻ പോകും, ഇവിടുന്ന് ഒരു Hഉം പോകും, അതിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന്. ഈ ക്ലോറിൻ പോകും, അതിൻ്റെ ബീറ്റ കാർബണിൽ നിന്ന് ഇവിടുന്ന് Hഉം പോകും. ചുരുക്കം പറഞ്ഞാൽ ഓരോ കാർബണിൽ നിന്നും ഒരു ഹൈഡ്രജനും ക്ലോറിനും പോകും. സോ ഇവിടെ ഇനി ആരാ ബാക്കി ഉണ്ടാവുക? CH എന്നാണ് ബാക്കി ഉണ്ടാവുക. ഇവിടുത്തെ ബോണ്ട് ഞാൻ അങ്ങനെ എഴുതുന്നുണ്ട്. ഇവിടെയും CH എന്നാണ് ബാക്കി ഉണ്ടാവുക. എടാ കാർബണിൻ്റെ മുഖത്തേക്ക് നോക്കിക്കേ. സന്തോഷമാണോ വിഷമമാണോ ചോദിക്കാനില്ല, വിഷമത്തോട് വിഷമം. എത്ര വിഷമം? 2 വിഷമം. ആ 2 വിഷമം തീർക്കാൻ അവർക്കിടയിൽ പുതിയ 2 ബോണ്ട് ഉണ്ടാകും. ചുരുക്കം പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാകും, ആൽക്കൈൻ ഉണ്ടാകും. ആൽക്കൈൻ ആൽക്കീൻ ആൽക്കൈൻ കഴിഞ്ഞാൽ അടുത്തതായി പഠിക്കാനുള്ളത് ബെൻസീനാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 റിയാക്ഷൻ നിങ്ങൾ പഠിച്ചാൽ മതി. ഒന്ന് ഇതാണ്, 3 മോളിക്യൂൾ അസറ്റിലീൻ. എടാ ഇവൻ്റെ പേരെന്താ? അസറ്റിലീൻ എന്നാണ്. 3 മോളിക്യൂൾ അസറ്റിലീൻ. അസറ്റിലീൻ CH ട്രിപ്പിൾ ബോണ്ട് CH. റെഡ് ഹോട്ട് അയൺ ട്യൂബ്, ചുട്ടു പഴിപ്പിച്ച ഇരുമ്പിൻ്റെ ഒരു ട്യൂബിലൂടെ 3 മോളിക്യൂൾ അസറ്റിലീൻ ഇങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇരുമ്പിൻ്റെ അപ്പുറത്ത് ബെൻസീന് കിട്ടും.
ഉറപ്പായും കിട്ടും. അപ്പോൾ ബെൻസീൻ കിട്ടാനുള്ള പണിയാണ് നമ്മൾ ഈ പറഞ്ഞത്. 3 മോളിക്യൂൾ അസറ്റിലീൻ റെഡ് ഹോട്ട് അയൺ ട്യൂബ്. ഇത് പരീക്ഷയ്ക്ക് നാളെയുണ്ട്, പഠിക്ക്. 3 മോളിക്യൂൾ അസറ്റിലീൻ റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ പാസ് ചെയ്താൽ ബെൻസീൻ കിട്ടും. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് സൈക്ലിക് പോളിമറൈസേഷൻ. സൈക്ലിക് പോളിമറൈസേഷൻ എന്താണ് പേര്? സൈക്ലിക് പോളിമറൈസേഷൻ ഓഫ് അസറ്റിലീൻ. ഓക്കെ അല്ലേ? ഇതാരാ? സിങ്ക്. ആരോടും പറയണ്ട, ഈ കഥ ഒന്ന് 5 വട്ടം പറയാൻ എൻ്റെ പേരിലൊന്ന് നേർച്ചയാ കിട്ടാം. ഫീനോൾ അല്ലേടാ അത്. ഫീനോളിലേക്ക് സിങ്ക് ഇട്ടാൽ ബെൻസീൻ കിട്ടും. 5 വട്ടം പറ. ഫീനോളിലേക്ക് സിങ്ക് ഇട്ടാൽ ബെൻസീൻ കിട്ടും. 5 വട്ടം തികച്ചു പറഞ്ഞോ, ഫീനോളിലേക്ക് സിങ്ക് ഇട്ടാൽ ബെൻസീൻ കിട്ടും. അതെങ്ങനെ അറിയോ? ഈ സിങ്കിലെ ഈ ഓക്സിജനും കൊണ്ട് ഒളിച്ചോടും. ZnO. ബാക്കി ബെൻസീനെങ്കിൽ ആരാ ഉണ്ടാവുക? എച്ച് ഉണ്ടാവും. ബെൻസീനെങ്കിൽ എച്ച് ഉണ്ടാവുക പറഞ്ഞാൽ എന്താ? ബെൻസീൻ. ബാക്കിയുള്ളിടത്തൊക്കെ എച്ച് ഉണ്ടല്ലോ, നമ്മൾ കാണിക്കാറില്ലല്ലോ. അപ്പോൾ ഈ റിയാക്ഷൻ കാണുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും, ആഹാ സിങ്ക് വന്നോ, OH ഒന്നായിട്ടാണ് കൊണ്ടുപോയി. OH ഒന്നായിട്ട് ഉണ്ടായതല്ല, OH മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. എച്ച് അവിടെ ഉണ്ട്, നമ്മളത് കാണാഞ്ഞിട്ടാണ്, എഴുതാഞ്ഞിട്ടാണ്. എടാ, ഇതോടുകൂടെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ മൊത്തം കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. കെമിക്കൽ പ്രോപ്പർട്ടി ഈ പറഞ്ഞ പോലെ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ, ബെൻസീൻ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. ആൽക്കെയിനെയാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. ഈ കഥ പഠിച്ചു വെച്ചോ. ആൽക്കെയിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പാരഫിൻസ്. പാരഫിൻസ് എന്ന് പറഞ്ഞാൽ ലെസ് റിയാക്റ്റീവ് എന്നാണ് അർത്ഥം. ആൽക്കെയിൻ കാണിക്കുന്ന 7 റിയാക്ഷൻ ഞാനിവിടെ എഴുതി തന്നിട്ടുണ്ട്. ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. പേര് പറയാം. ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ, കമ്പഷൻ, കൺട്രോൾഡ് ഓക്സിഡേഷൻ, അരോമറ്റൈസേഷൻ, ഐസോമറൈസേഷൻ, പൈറോളിസിസ്, റിയാക്ഷൻ വിത്ത് സ്റ്റീം. സാറേ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരക്ഷരം കണ്ട് തിരിച്ചു പറയണ്ട, ഇതൊക്കെ പഠിച്ചേ പറ്റൂ. അപ്പോൾ സാറേ ഞങ്ങൾക്കിത് പഠിക്കാൻ ഒരു അക്ഷരം തിരിച്ച് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇരുന്നാണ് പഠിക്കുക. ഞാൻ നിന്നോട് പറഞ്ഞു ഈ ക്ലാസ് കാണാൻ ഒരു 3/4 മണിക്കൂറും അത് പഠിക്കാനൊരു 3/4 മണിക്കൂറാണ് ചിലവാക്കിയാൽ മതി, കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ഇതിൽ തന്നെ ഏറ്റവും മെയിൻ റിയാക്ഷൻ, ആൽക്കെയിൻ കാണിക്കുന്ന പ്രധാന റിയാക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. മറക്കരുത്. എന്താണ് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ? ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ റിയേജൻറ്റ് ഹാലജനും എച്ച് ന്യൂ ആരാന്ന് നിങ്ങൾക്കറിയില്ലേ? സൺലൈറ്റുമാണ്. സിമ്പിളാ മോനെ. CH4 മീഥൈൻ. അതിലേക്ക് ക്ലോറിൻ വന്നു. ആരോമാർക്കിന് മുകളിൽ HNO മസ്റ്റാണ്, സൺലൈറ്റ് മസ്റ്റാണ്. എന്ത് സംഭവിക്കും അറിയോ? ഇവിടുന്ന് ഒരു H പോയിട്ട് പകരം ഒരു ക്ലോറിൻ കയറും. അപ്പോൾ CH4 എന്നുള്ളത് എന്താകും മോനെ? CH3 എന്നാകും. എന്നിട്ട് അതിലേക്ക് ഒരു ക്ലോറിൻ കയറും. അപ്പോൾ ഇവിടുന്ന് ആരാ പോയത്? H. ഇവിടെ ആരാ ഇനി ബാക്കിയുള്ളത്? ഒരു ക്ലോറിൻ. അപ്പോൾ ആരായിരിക്കും ബൈ പ്രൊഡക്റ്റ് എന്ന് നിങ്ങൾക്ക് ഊഹിച്ചൂടെ? HCl. ഈ റിയാക്ഷൻ്റെ പേരിൽ തന്നെ ഇല്ലേ ഇതിലെ ഇൻ്റർമീഡിയറ്റ് ആരാണെന്ന്? ഇൻ്റർമീഡിയറ്റ് ആരാ? കാർബൺ ഫ്രീ റാഡിക്കൽ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഇങ്ങനെയാണ്: ടെർഷറി, സെക്കൻഡറി, പ്രൈമറി എന്നാണ്. മറക്കരുത്. ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി കാർബൺ ഫ്രീ റാഡിക്കൽ ഇൻ്റർമീഡിയറ്റ് ആയതുകൊണ്ട് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ടെർഷറി, സെക്കൻഡറി, പ്രൈമറി എന്നാണ്. ഇവിടെ നോക്ക്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ ഇക്വേഷൻ. CH3 CH2 CH3. മോനെ, ഇവിടെ ഈ കാർബണ് പ്രൈമറി കാർബൺ അല്ലേ? കാരണം എന്താ? അയാൾക്ക് മറ്റൊരു കാർബണുമായി ബന്ധമുള്ളൂ. ഈ കാർബൺ സെക്കൻഡറി കാർബണാണ്, കാരണം ഇയാൾക്ക് 2 കാർബണുകളുമായി ബന്ധമുണ്ട്. ഇത് പ്രൈമറി കാർബണാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാർബൺ വരുമ്പോൾ ഈ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റിക്ക് അനുസരിച്ചാണ് മെയിൻ പ്രൊഡക്റ്റ് ഉണ്ടാവുക. പ്രൈമറിയേക്കാളും റിയാക്ടിവിറ്റി ആയിരിക്കും കൂടുതൽ? സെക്കൻഡറി. അപ്പോൾ ഈ സെക്കൻഡറിയിലാണ് ക്ലോറിൻ വരിക. സോ അവിടുത്തെ ഒരു ഹൈഡ്രജൻ പോയി അവിടെ ഒരു ക്ലോറിൻ വരലാണ് മേജർ പ്രൊഡക്റ്റ്. CH3 CH3. ഇവിടുത്തെ ഒരു H പോയി പകരം അവിടെ ഒരു ക്ലോറിൻ വരിക എന്നതാണ് ഇവിടുത്തെ മേജർ പ്രൊഡക്റ്റ്. ബൈ പ്രൊഡക്റ്റ് പിന്നെ എല്ലായിടത്തും HCl തന്നെ. ഈ റിയാക്ഷൻ്റെ മെക്കാനിസം എടുത്ത് ചോദിക്കാറുണ്ട്. ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇതിനെ ഹാലോജിനേഷൻ അല്ലെങ്കിൽ ക്ലോറിനേഷൻ എന്നൊക്കെ പറയൂട്ടോ. നീ നാളെ ക്ലോറിനേഷൻ ചോദിച്ചാൽ തന്ത അതൊന്നും പറഞ്ഞില്ലായിരുന്നു എന്ന് പറയാൻ നിൽക്കരുത്. ക്ലോറിനേഷൻ അല്ലെങ്കിൽ ജനറലി ഹാലോജിനേഷൻ എന്നൊക്കെ പറയും. ഇതിനെല്ലാത്തിനും കോമൺ ആയി 3 സ്റ്റെപ്പ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ്, 3 സ്റ്റെപ്പ് വേഗം പഠിച്ചോട്ടെ. 3 സ്റ്റെപ്പിൻ്റെ പേരൊന്ന് പഠിച്ചാൽ ആദ്യം. ചെയിൻ ഇനീഷിയേഷൻ, ചെയിൻ പ്രൊപ്പഗേഷൻ, ചെയിൻ ടെർമിനേഷൻ. 3 സ്റ്റെപ്പിലാണ് റിയാക്ഷൻ നടക്കുക. പേരൊന്ന് പറഞ്ഞു നോക്കിയാൽ മോനെ. ചെയിൻ ഇനീഷിയേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ. ഇനീഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? തുടങ്ങുക. ഈ ഉൽമൊക്കെ പാടെ ഉണ്ടായത് എങ്ങനെ? തുടങ്ങി വെച്ചതാരാണ്? ക്ലോറിൻ മോളിക്യൂളാണ്. ഈ Cl2 ആണടാ ഇത്. Cl2 മോളിക്യൂളിന് വെളിച്ചം കണ്ട ഒരു പ്രത്യേക ഇളക്കമാണ്. ആരോമാർക്കിന് മുകളിൽ HNUവിൻ്റെ പ്രസൻസിൽ ക്ലോറിൻ മോളിക്യൂളിന് ഹോമോളിസിസ് സംഭവിക്കും. ഹോമോളിസിസ് എന്ന് പറഞ്ഞാൽ ബോണ്ട് ഇങ്ങനെ പൊട്ടും. ഓക്കെ, ഇങ്ങനെ പൊട്ടിയിട്ട് 2 ക്ലോറിൻ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവും. ആ 2 ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഉണ്ടാവുക എന്നതാണ് ഈ റിയാക്ഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇതാണ് ഈ റിയാക്ഷൻ തുടങ്ങി വെച്ചത്. ഇനി അടുത്തത് ഇതിൻ്റെ പ്രൊപ്പഗേഷനാണ്. ഈ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഉണ്ടായല്ലോ, ഇനി അയാളെ കൊണ്ടുള്ള ഇടങ്ങാറാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്.
പ്രൊപ്പഗേഷൻ. വെറുതെ മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്ന CH4-ൻ്റെ അടുത്ത് പോയിട്ട് ഒരു കാർബൺ 4 മക്കളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോയിട്ട് ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഞാൻ സിഗ്മയാണ്, ഞാൻ സിങ്കിളാണ് എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചിട്ട് അവിടുത്തെ ഒരു എച്ചിനെ ചാടിച്ചുകൊണ്ട് പോകും, HCl. അപ്പോൾ ഈ വിഷമം പിന്നെ ആരെ തലയിലായി? CH3 ഒരു ഡോട്ടായിട്ട് അവിടെ കിടക്കും. അപ്പോൾ ഇതിനെയാണ് ചെയിൻ പ്രൊപ്പഗേഷൻ എന്ന് പറയാം. മീഥൈൽ ഗ്രൂപ്പിലേക്ക് വന്നിട്ട് ക്ലോറിൻ ഫ്രീ റാഡിക്കൽ എച്ചിനെ അബ്സ്ട്രാക്ട് ചെയ്ത് മീഥൈൽ ഫ്രീ റാഡിക്കൽ ഉണ്ടാക്കുന്ന റിയാക്ഷനാണ് ചെയിൻ പ്രൊപ്പഗേഷൻ. ഫൈനലി ഇതിനൊക്കെ ഒരു അറ്റം വേണമല്ലോ. അറ്റം എന്താണെന്നറിയോ? 2 ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഇല്ലായിരുന്നു. അതിലൊരു ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഒരു എച്ചിനെ ചാടിച്ചുകൊണ്ടുപോയി. മറ്റേ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ എവിടെ? അയാൾ ഈ CH3നെ മൊത്തത്തിൽ അങ്ങോട്ട് ഏറ്റെടുത്തു. ചില്ലറക്കാരനല്ല. ഈ CH3 ഡോട്ട് ഉണ്ടല്ലോ ഇവിടെ, അയാൾ ലാസ്റ്റ് വന്ന ആ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ അയാളുമായിട്ട് കമ്പൈൻ ചെയ്ത് CH3Cl ഉണ്ടായി. അങ്ങനെ അതൊരു തീരുമാനമായി. അപ്പോൾ മൊത്തത്തിൽ റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ക്ലോറിൻ 2 പിരിഞ്ഞു എന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആ ക്ലോറിൻ വന്നൊരു എച്ചിനെ ഏറ്റെടുത്തു എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ ബാക്കിയായ ക്ലോറിനെ CH3 ഏറ്റെടുത്തു എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പ്. ഈ 3 സ്റ്റെപ്പിലായിട്ട് അവതരിപ്പിച്ചാൽ നിനക്കതിൻ്റെ മാർക്ക്. എല്ലാം പറയുമ്പോൾ ഏറ്റവും ഷോർട്ടാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞു തരണേ. നിങ്ങൾ നിങ്ങളുടേതായ ഭാഷയിൽ കുറച്ച് മുളകും മല്ലിയും പിന്നെ മഞ്ഞളൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടൊന്ന് ഇങ്ങനെ കുട്ടപ്പനാക്കിയിട്ട് പൊരിച്ചെടുത്താൽ സെറ്റായിരിക്കും. കമ്പഷൻ്റെ ജനറൽ ഇക്വേഷൻ ചോദിക്കാതിരിക്കട്ടെ. ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എഴുതേണ്ടത്. CX ഒന്നുമില്ല, കാർബണിൻ്റെ എണ്ണം. HY ഒന്നുമില്ല, ഹൈഡ്രജൻ്റെ എണ്ണം. H2Y എന്നില്ല കേട്ടോ, HY എന്നാണ്. HY കാർബണിൻ്റെ എണ്ണം Xും ഹൈഡ്രജൻ്റെ എണ്ണം Y ആണെന്നും ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും തരുന്ന റിയാക്ഷൻ്റെ പേരാണ് കമ്പഷൻ. അപ്പോൾ ഒരു ഹൈഡ്രോ കാർബൺ ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും തരലാണ് എന്ത്? കമ്പഷൻ. ഇനി അത് ബാലൻസ് ചെയ്യാനുള്ള ഒരു എളുപ്പവഴിയാണ് ഞാനീ പറഞ്ഞത്. എളുപ്പവഴി എന്ന് പറഞ്ഞുകൂടെ ജനറൽ ഇക്വേഷൻ. ഓക്സിജൻ എണ്ണം എത്ര ആയിരിക്കും? X+Y/4. എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം. X എന്താണെന്ന് ഞാൻ പറഞ്ഞു, കാർബണിൻ്റെ എണ്ണം. Y എന്താ? ഹൈഡ്രജൻ എണ്ണം. X+Y/4 ആണ് ഓക്സിജൻ. കാർബൺ എത്രയാണോ അത്ര തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, XCO2. ഹൈഡ്രജൻ എത്രയാണോ അതിൻ്റെ പകുതി വാട്ടറും ഉണ്ടാവും. സിമ്പിൾ, കാണിച്ചുതരാം. CH4+O2 ഗീവ്സ് CO2 + H2O. ബാലൻസ് ചെയ്യാൻ പോവാണ്. ഇവിടെ X എത്ര? കാർബണിൻ്റെ എണ്ണം 1. Y എത്ര? ഹൈഡ്രജൻ എണ്ണം 4. സോ X+Y/4. അപ്പോൾ 1 + 4/4 എന്ന് വരും. ശരിയല്ലേ? 4/4 1, 1 + 1 2. സോ 2O2 എന്നിവിടെ വരും. XCO2 കാർബണിൻ്റെ അതേ എണ്ണം, ഹൈഡ്രജൻ എത്രയാണോ അതിൻ്റെ പകുതി വാട്ടർ, 2H2O. എന്ന പോലെ ഇതൊക്കെ ചെയ്ത് നോക്കിക്കേ. C4H8 XY Y/4 എന്ന് പറഞ്ഞപ്പോൾ എത്രയാണ് അവിടെ? X+Y/4 Y/4 2. അപ്പോൾ ഇവിടെ 4 + 2 6O2 എന്ന് വരും. ക്ലിയർ? 4CO2 + 4H2O. എന്തുകൊണ്ട്? എത്രയാണോ കാർബണിൻ്റെ എണ്ണം അത്ര കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ എണ്ണത്തിൻ്റെ പകുതി വാട്ടർ. സിമ്പിളാണ്. അടുത്തൊന്ന് കാൽക്കുലേറ്റർ ആയിട്ടൊക്കെ ചെയ്ത് നോക്കിയാൽ മതി. 6+ ഇതെത്രയാ? 6/4 X+X/4. അപ്പോൾ എത്രയാ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് 3/2 12 3 15/4 15/2 എന്ന് വരും. 15/2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 15/2 O2 ഗിവ്സ് 6CO2 + 3H2O. അപ്പുറത്ത് എഴുതൽ ഭയങ്കര എളുപ്പമാണ്. കാരണം എന്താ? ഇതിന് അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് അതിൻ്റെ പകുതി വാട്ടർ. ഈ ഇക്വേഷനിലേക്ക് ചാർത്തലാണ് കമ്പഷൻ. കമ്പഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡേഷൻ നടക്കുകയാണ്. അതിൻ്റെ ഒരു ഓപ്പോസിറ്റാണ് കൺട്രോൾഡ് ഓക്സിഡേഷൻ. കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുന്നില്ല. ഇതാരാ? CH4 ഓക്സിജനും. ഈ 3 സ്ഥലത്തും റിയാക്ട് ചെയ്യുന്നത് ഇവരൊക്കെ തന്നെയാണ്, മീഥൈനും ഓക്സിജനും. പക്ഷേ ആരോ മാർക്കിന് മുകളിലുള്ള കാറ്റലിസ്റ്റ് മാറ്റമുണ്ട്. ആ കാറ്റലിസ്റ്റ് മാറുന്നതിനനുസരിച്ച് കിട്ടുന്ന പ്രൊഡക്റ്റ് മാറും. കോപ്പറും 573 കെൽവിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് മെത്തനോളാണ്. MO2O3 ആണെങ്കിൽ ഫോർമാൽഡിഹൈഡ് ആണ്. CH3COO2 Mn ആണെങ്കിൽ COOH ഫോമിക് ആസിഡാണ്. മറക്കരുത്. പഠിച്ച എല്ലായിടത്തും റിയാക്ഷൻ നടക്കുന്നത് CH4 ഓക്സിജന് തന്നെയാണ്. കാറ്റലിസ്റ്റ് മാറ്റമുണ്ട്. കോപ്പർ 573 കെൽവിനും ആൽക്കഹോൾ, മെത്തനോൾ. MO2O3 HCHO ഇവൻ്റെ പേരെന്താ പറഞ്ഞേ? ഫോർമാൽഡിഹൈഡ്. ഓക്കെ. മാംഗനീസ് അസറ്റേറ്റ് എന്നാണ് ശാസ്ത്രലോകത്തെ ഞങ്ങൾ വിളിക്കാറ്. നിങ്ങൾ CH3COO2 Mn എന്ന് പറഞ്ഞാൽ മതി. ഫോമിക് ആസിഡ്. സാർ ഇതെങ്ങനെയാണ് പഠിക്കുക? ഇതിങ്ങനെ വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ഇരുന്നാണ് പഠിക്കുക. വേറെ എന്താ കേട്ടണം? പഠിക്കുക. നെക്സ്റ്റ് നോക്കിക്കേടാ, ഐസോമറൈസേഷൻ മസ്റ്റ് ട്രൈ. ബൺബാസ്ക ടൈപ്പ്. ഇത് ബൺമസ്കയാണ്, മസ്റ്റ് ട്രൈ ആണ്. ഐസോമറൈസേഷൻ എന്താണ്? ഐസോമറൈസേഷനിൽ സംഭവിക്കണമെന്ന് അറിയോടാ? അൺബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ആൽക്കൈനുകൾ ബ്രാഞ്ച്ഡ് ആയിട്ടാണ് മാറും.
അൺബ്രാഞ്ചഡ് ആയിട്ടുള്ള ആൽക്കൈനുകൾ ബ്രാഞ്ചഡ് ആയിട്ടാണ് മാറും. അപ്പോൾ നോക്കിയാൽ അതിനുള്ള റിയേജൻറ്റ് എന്തായാലും അറിയണം, കാരണം റിയേജൻറ്റ് വെച്ചിട്ടാണ് ഇതേതാ റിയാക്ഷൻ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുക. അൺഹൈഡ്രസ് AlCl3 എന്താ സംഭവിക്കുക? ഇത് അൺബ്രാഞ്ചഡ് അല്ലേടാ, ആണ്, നേരെ 5 എണ്ണം, അത് ബ്രാഞ്ചഡായി മാറും. എങ്ങനെയാണ് ബ്രാഞ്ചായി മാറുക? 5 എണ്ണം നേരെ നിൽക്കുന്നത് ബ്രാഞ്ചായി എങ്ങനെ ഉണ്ടാവും? 4 എണ്ണം നേരെ നിന്നിട്ട് 1 എണ്ണം ബ്രാഞ്ചായി മാറാം. അതല്ലെങ്കിൽ 3 എണ്ണം നേരെ നിന്നിട്ട് 2 എണ്ണം ബ്രാഞ്ചായും മാറാം. ഇത് രണ്ടും പ്രൊഡക്റ്റ് കിട്ടാം. ഇനി അതിൽ ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക എന്നുള്ളത് ഞാൻ അത്ര ഫോക്കസ് ചെയ്യുന്നില്ല, നിങ്ങൾ ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. 5 കാർബൺ നേരെ നിന്നാൽ 4 എണ്ണം നേരെ 1 ബ്രാഞ്ച്, അല്ലെങ്കിൽ 3 എണ്ണം നേരെ 2 എണ്ണം ബ്രാഞ്ച്. ഇനി 6 കാർബൺ ആണെങ്കിലോ 5 എണ്ണം നേരെ 1 എണ്ണം ബ്രാഞ്ച്. ഇങ്ങനെ അൺബ്രാഞ്ചഡ് ആയിട്ടുള്ള മോളിക്യൂളുകളെ ബ്രാഞ്ചഡ് ആക്കി മാറ്റുന്ന പരിപാടിയാണ് ഐസോമറൈസേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പറയുന്ന 3 റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ റിയേജൻ്റ് ആണ് അൺഹൈഡ്രസ് AlCl3 HCl. അരോമറ്റൈസേഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റീഫോമിംഗ് എന്നാണ് പേര്. റീഫോമിംഗ്. അരോമറ്റൈസേഷൻ നടക്കണമെങ്കിലുള്ള കണ്ടീഷൻസ് 3 എണ്ണമാണ്. ഒന്ന്, ടെമ്പറേച്ചർ 773 കെൽവിൻ വേണം. പ്രഷർ 10നും 20നും ഇടയിലുള്ള ഒരു ATM പ്രഷർ വേണം. ഈ പറയുന്ന 3 കാറ്റലിസ്റ്റുകളിൽ ഏതെങ്കിലും ഒരാൾ വേണം. Cr2O3, V2O5, MO2O3. ഈ പറഞ്ഞ എല്ലാ കണ്ടീഷനും ഉണ്ടെങ്കിൽ ഹെക്സൈൻ നോയിക്കോട്ടറാ, ഈ പറഞ്ഞ എല്ലാ കണ്ടീഷനും ഉണ്ട്. 773 കെൽവിൻ ഉണ്ട്, ഒരു 15 ATM പ്രഷറും ഉണ്ട്, 10നും 20നും ഇടയിലുള്ള ഏതെങ്കിലും ഒരു പ്രഷർ. Cr2O3 ഉണ്ടെന്ന് വിചാരിക്കും. ഹെക്സൈൻ എന്ന് പറഞ്ഞാൽ എത്ര കാർബണാണ്? 6 കാർബൺ. 6 കാർബൺ ഉള്ള അരോമാറ്റിക് കോമ്പൗണ്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ റിയാക്ഷൻ്റെ പേര് അരോമറ്റൈസേഷൻ എന്നായത്. 6 കാർബണുള്ള അരോമാറ്റിക് കോമ്പൗണ്ട് ആരാ? ബെൻസീൻ. എന്നാൽ ഹെപ്റ്റൈൻ ആണെങ്കിൽ, ഹെപ്റ്റൈൻ എന്ന് പറഞ്ഞാൽ 7 കാർബൺ അല്ലേടാ, ടൊളുവിൻ ആണ് കിട്ടുക. ബെൻസീനെങ്കിൽ ഒരു CH3 ഉണ്ടാവും. അപ്പോൾ മറക്കരുതേ, ഇതിലേതെങ്കിലും ഒന്നാണ് നാളെ പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അരോമറ്റൈസേഷൻ കഴിഞ്ഞാൽ അടുത്തത് പൈറോളിസിസ് ആണ്. സിമ്പിളാണ്. പൈറോളിസിസ് ഈസ് ഓൾസോ നോൺ ആസ് ക്രാക്കിംഗ്. ഇതിനെ ക്രാക്കിംഗ് എന്ന് പേര് വിളിക്കും. ക്രാക്കിംഗ് എന്താണെന്നറിയോ? ജസ്റ്റ് ഒന്ന് ഹീറ്റ് ആക്കുക, നല്ലോണം ചൂടാക്കുക, ഒരു ബോധവും ഇല്ലാതെ നല്ലോണം ചൂടാക്കുക. ചൂടാക്കി കഴിഞ്ഞാൽ ഇവർക്കിടയിലുള്ള ബോണ്ടുകൾ റാൻഡമായിട്ട് പൊട്ടും. എവിടെ പൊട്ടുകയെന്നൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇവിടെ പൊട്ടും. എന്നിട്ട് ഒരു മോളിക്യൂൾ ആൽക്കെയിനും മറ്റേ മോളിക്യൂൾ ആൽക്കീനുമായി മാറും. അപ്പോൾ ഇവിടെ ആരാ? CH3. ഇത് ആൽക്കെയിൻ ആവുമെന്ന് വിചാരിച്ചോ. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH3. രണ്ടാമത്തത് ആൽക്കീൻ ആകും. അപ്പോൾ എങ്ങനെ ഉണ്ടാവുക? CH2 ഡബിൾ ബോണ്ട് CH2. അങ്ങനെ മിക്സർ ഓഫ് പ്രൊഡക്റ്റ് കിട്ടുന്ന, ഇടയ്ക്ക് എവിടെയെന്ന് ബോധമില്ലാതെ ബോണ്ട് പൊട്ടുന്ന പരിപാടിയെ വിളിക്കുന്ന പേരാണ് പൈറോളിസിസ് ഓർ ക്രാക്കിംഗ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ലോങ് ചെയിൻ ഹൈഡ്രോ കാർബൺ, ലോങ് ചെയിൻ ആയിട്ടുള്ള ഹൈഡ്രോ കാർബണുകളൊക്കെ ഷോർട്ട് ചെയിൻ ഹൈഡ്രോ കാർബണുകളായി മാറും. ഷോർട്ട് ചെയിൻ ഹൈഡ്രോ കാർബണുകളായി മാറും. മോനെ, ലാസ്റ്റ് റിയാക്ഷനാണ് റിയാക്ഷൻ വിത്ത് സ്റ്റീം. ഇത് വേറെ ഒന്നും പറയാനില്ല, കംപ്ലീറ്റ് റിയാക്ഷൻ ബോർഡിലുണ്ട്. സ്റ്റീം എന്ന് പറഞ്ഞാൽ വാട്ടറാണ്, ഉറപ്പായും ചൂടുണ്ടാകും. ചൂടില്ലാതെ വാട്ടർ സ്റ്റീമായി മാറില്ലല്ലോ. അപ്പോൾ ഈ കാർബൺ നേരെ ഓക്സിജൻ കണ്ട് അബ്സ്ട്രാക്ട് ചെയ്യും, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ കാർബണും ഓക്സിജനും കാർബൺ മോണോക്സൈഡ് ആവും. ബാക്കി ഇവിടെ 4, ഇവിടെ 2, ടോട്ടൽ 6 ഹൈഡ്രജൻ ഇങ്ങനെ നിൽക്കും. ആൻഡ് കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ മിക്സർ ഈസ് കോൾഡ് വാട്ടർ ഗ്യാസ് എന്നാണ് ഇവൻ്റെ പേര്. വാട്ടർ ഗ്യാസ് എന്ന മിക്സർ കിട്ടും. ഇനി ആൽക്കീൻ കാണിക്കുന്ന റിയാക്ഷൻസ് പറഞ്ഞുതരാം. എടാ, ആൽക്കൈനിനെ പാരഫീൻ എന്ന് വിളിക്കുന്ന പോലെ ആൽക്കീനിനെ ഒളിഫീൻസ് എന്നാണ് പേര് വിളിക്കുക. ആൽക്കീനിനെ വിളിക്കുന്ന പേര് ഒളിഫീൻസ് എന്നാണ്. ആൽക്കീൻ കാണിക്കുന്ന മെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത് അഡീഷൻ റിയാക്ഷനാണ്. നേരത്തെ എന്തായിരുന്നു? ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. ആൽക്കീനിൽ അഡീഷൻ റിയാക്ഷനാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 നോക്കിയാൽ അഡീഷൻ ഓഫ് X2, അഡീഷൻ ഓഫ് HX, അഡീഷൻ ഓഫ് H2O. പിന്നുള്ള 3 റിയാക്ഷൻ വിത്ത് ബെയേഴ്സ് റിയേജൻറ്റ്, ഓസോണോളിസിസ്, റിയാക്ഷൻ വിത്ത് KMnO4. ഈ 5 എണ്ണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓസോണോളിസിസ് ആണ്. 10-17 കൊല്ലമായിട്ട് ഓസോണോളിസിസ് ഓഫ് ആൽക്കീൻ റെഗുലർലി ചോദിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അപ്പോൾ നീ അറിയാതെ പോകരുത് മോനെ. നോക്കിക്കോട്ടെടാ, ഓരോന്നും ഞാൻ പഠിപ്പിച്ചു തരാം, ശരിക്കും ശ്രദ്ധിച്ചോ. അഡീഷൻ ഓഫ് X2 ഭയങ്കര സിമ്പിളാണ്. ഈ അഡീഷൻസ് എല്ലായിടത്തും ഡബിൾ ബോണ്ട് അങ്ങോട്ട് പൊട്ടും, ഡബിൾ ബോണ്ടാണ് പൊട്ടും. അപ്പോൾ ഈ CH2 എന്നുള്ളത് ഡബിൾ ബോണ്ട് പൊട്ടിക്കഴിഞ്ഞു. CH2. ഇനി ഇവിടെ എന്താ ആഡ് ചെയ്യാനുള്ളത്? ക്ലോറിൻ. അപ്പോൾ ഒരു ക്ലോറിൻ ഇവിടെ, ഒരു ക്ലോറിൻ ഇവിടെ, പരിപാടി കഴിഞ്ഞു. വിസ്നൽ ഡൈഹാലൈഡ് കിട്ടും. ക്ലിയർ അല്ലേ? അഡീഷൻ ഓഫ് HX എല്ലായിടത്തും ഞാൻ പറഞ്ഞു ഡബിൾ ബോണ്ടാണ് പൊട്ടും. ഇതാ നോക്കിക്കോ. അപ്പോൾ CH2 സിംഗിൾ ബോണ്ട് CH2 ഡബിൾ ബോണ്ട് പൊട്ടി. എന്നിട്ട് അതിക്ക് എന്താ ആഡ് ചെയ്യാനുള്ളത്? Hഉം Clഉം. അപ്പോൾ ഒരിടത്തേക്ക് H ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ H ആഡ് ചെയ്ത് CH3 എന്നായി, അവിടെ Cl ആഡ് ചെയ്തു, അപ്പോൾ Cl എന്നായി. ആൽക്കിൽ ഹാലൈഡ് കിട്ടും. എന്നാൽ ഇങ്ങോട്ട് നോക്ക്, ഇത് അൺസിമെട്രിക്കൽ ആൽക്കീനാണ്. അൺസിമെട്രിക്കലാണ്. ഇനിയുള്ള 2 എണ്ണം അൺസിമെട്രിക്കലാണ്. അൺസിമെട്രിക്കൽ ആൽക്കീൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ കൂടെയുള്ള ഹൈഡ്രജൻ്റെ എണ്ണം ഡിഫറൻ്റ് ആവുക. ഇവിടെ ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ കൂടെ 1 ഹൈഡ്രജൻ, ഇവിടെ ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ കൂടെ 2 ഹൈഡ്രജൻ. അങ്ങനത്തെ സ്ഥലത്ത് നമുക്കൊരാളോട് അഭിപ്രായം ചോദിക്കാനുണ്ട്. അവൻ്റെ പേരാണ് മാർക്കോണിക്കോഫ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. മാർക്കോണിക്കോഫ്സ് റൂൾ കേട്ടിട്ടുണ്ടാവും.
എന്താണ് മാർക്കോണിക്കോഫ് റൂൾ? എങ്ങനെയാണ് മാർക്കോണിക്കോഫ് റൂൾ നമ്മൾ പറയാ? നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് വിൽ ഗോ into carbon atom having less number of hydrogen atom. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം കുറവുള്ള കാർബണിലേക്കാണ് നെഗറ്റീവ് ചാർജുള്ള പാർട്ട് പോവുക. അപ്പോൾ HCl രണ്ടാളാരാടാ? H+ Cl- അല്ലേ? അതിലെ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് ആരാ? Cl- വിൽ ഗോ ഇൻ ടു കാർബൺ ആറ്റം ഹാവിങ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അതാരാ? അതിങ്ങനെ ഇങ്ങോട്ട് വരും. അപ്പോൾ H ഇങ്ങോട്ടും വരും. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാവുക? CH3 സിംഗിൾ ബോണ്ട് CH, ഇവിടേക്ക് ക്ലോറിൻ വരും, ഇവിടേക്ക് ഹൈഡ്രജൻ വരും. ഇതാണ് മേജർ പ്രൊഡക്റ്റ്. തിരിഞ്ഞും കിട്ടാം, അതായത് ക്ലോറിൻ ഇവിടെയും ഹൈഡ്രജൻ ഇവിടെയും വരാം, പക്ഷെ അത് മൈനർ പ്രൊഡക്റ്റ് ആയിരിക്കും. CH3 CH2 CH2 Cl ഇതല്ലടാ തിരിഞ്ഞു വന്നാൽ കിട്ടും, പക്ഷെ ഇവൻ മൈനർ പ്രൊഡക്റ്റ് ആയിരിക്കും, ഇവൻ മേജർ പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് HX ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരാളോട് അഭിപ്രായം ചോദിക്കണം. ആരാണ്? മാർക്കോണിക്കോഫിൻ്റെ റൂൾ ഇങ്ങനെയാണ്. എന്നാൽ നല്ലോണം ശ്രദ്ധിക്കണേ, ആഡ് ചെയ്യുന്നവൻ HBr ആണെങ്കിൽ മറക്കരുതേ, HBr മാത്രമേ പറ്റുള്ളൂ. HCl, HF, HI ഒന്നും പറ്റൂല. HBr ആണെങ്കിൽ ഇൻ പ്രസൻസ് ഓഫ് എനി പെറോക്സൈഡ് ആണെങ്കിൽ, ഇതാ ഒരു പെറോക്സൈഡ് ഉണ്ട് ഇവിടെ, ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇനി നാളെ പരീക്ഷയ്ക്ക് സോഡിയം പെറോക്സൈഡോ ബെൻസോയിൽ പെറോക്സൈഡോ ഒക്കെ തന്നേക്കാം. ഏതെങ്കിലും ഒരു പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ HBr ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ റിയാക്ഷൻ ഫോളോസ് അക്കോർഡിംഗ് ടു ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ. അഥവാ മാർക്കോണിക്കോഫ് റൂൾ എങ്ങനെയാണോ അതിൻ്റെ നേരെ റിവേഴ്സ്. കുഞ്ഞെ ഈ രണ്ട് കണ്ടീഷനും ഉണ്ടാവണേ. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ ഇല്ലാതായാൽ മാർക്കോണി തന്നെയാണ്. അഥവാ ആരോ മാർക്കിന് മുകളിൽ H2O2 ഉണ്ട് എന്ന് വിചാരിക്കുക, പക്ഷേ ആഡ് ചെയ്യുന്നത് HCl ആയിപ്പോയി, അപ്പോൾ മാർക്കോണിയാണ്. H2O2 കാണുമ്പോഴേക്കും ആൻറ്റി എന്ന് വിചാരിക്കരുത്. ഇവിടെ HBr എന്ന് മാത്രം കണ്ടു, ആരോ മാർക്കിന് മുകളിൽ H2O2 കാണാനില്ല, അപ്പോഴും മാർക്കോണിയാണ്. ഈ രണ്ടും ഉണ്ടാവണം മോനെ, അപ്പോഴേ ആൻറ്റി മാർക്കോണി ഉണ്ടാവുള്ളൂ. HBr തന്നെ ആഡ് ചെയ്യണം, H2O2 പ്രസൻസിൽ തന്നെ ആയിരിക്കണം, അപ്പോൾ ആൻറ്റി മാർക്കോണിക്കോഫ് റൂളാണ്. എന്താണോ മാർക്കോണി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. സോ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് വിൽ ഗോ ഇൻ ടു ദി കാർബൺ ആറ്റം ഹാവിംഗ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്നുള്ളതിന് പകരം മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റമുള്ളിടത്തേക്ക് ബ്രോമിൻ വരും. സോ അവിടുത്തെ മൈനർ പ്രൊഡക്റ്റ് ഇവിടുത്തെ മേജർ ആകുമെന്ന്. CH3 CH2 CH2Br ആണ് ഇവിടുത്തെ മേജർ പ്രൊഡക്റ്റ്. മൈനർ പ്രൊഡക്റ്റ് പിന്നെ തിരിച്ച് ഇയാൾ ഇവിടുത്തെ മേജർ പ്രൊഡക്റ്റ് അവിടുത്തെ മൈനർ ആവും. ഇതേ കഥയാണ് വാട്ടർ ആഡ് ചെയ്യുമ്പോഴും ഉള്ളത്. എടാ വാട്ടർ ആഡ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വെള്ളത്തിൽ രണ്ടാളുണ്ട്, H+ ഉണ്ട് OH- ഉണ്ട്. ഇവിടെയും മാർക്കോണിക്കോഫ് റൂളിനോട് അഭിപ്രായം ചോദിക്കണം. മാർക്കോണി എന്താ പറഞ്ഞേ? നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് അതാരാ? OH വിൽ ഗോ ഇൻ ടു കാർബൺ ആറ്റം ഹാവിംഗ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ഇവിടെ C ഉണ്ട് CH2 ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ എണ്ണം കുറവുള്ളത്, ഹൈഡ്രജനേ ഇല്ല ഇവിടെ, അപ്പോൾ അങ്ങോട്ട് പോകും. സോ അപ്പോൾ എന്താ പ്രൊഡക്റ്റ് ഒന്നാലോചിച്ച് നോക്കിയാൽ CH3 സിംഗിൾ ബോണ്ട് C അവിടേക്ക് OH വരും. മുകളിലുള്ള CH3 കഥയൊന്നും അറിഞ്ഞിട്ടില്ല, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയി CH2ലേക്ക് ഹൈഡ്രജൻ വരും. സോ ദാറ്റ് വിൽ ബി CH3. ദിസ് വിൽ ബി ദി മേജർ പ്രൊഡക്റ്റ്. ഇനി ബേയേഴ്സ് റിയേജൻ്റ് ആണ്. സിമ്പിളാണ്. എന്താണ് ബേയേഴ്സ് റിയേജൻ്റ് എന്ന് പഠിച്ചു വെച്ചോ. കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലൈൻ KMnO4 ആണ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പക്ഷേ അത് ഭയങ്കര കോൾഡാണ്, ഡൈല്യൂട്ടാണ്, വെള്ളം ചേർത്ത് നേർപ്പിച്ചതാണ്. ആൽക്കലൈൻ KMnO4 ആണ്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് എ മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഇത് വളരെ വീര്യം കുറഞ്ഞ ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. പ്രൊഡക്റ്റ് എന്താ അറിയോ? വിസ് ഡൈഓൾ. സിമ്പിളാണ്. ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട് 2 കാർബണിൽ ഒരു OH കൂടെ കയറും. അപ്പോൾ ഡബിൾ ബോണ്ടാണ് പൊട്ടിയത് എന്തായി? CH2 സിംഗിൾ ബോണ്ട് CH2 എന്നായി. എന്നിട്ട് ഈ 2 കാർബണിൽ ഓരോ OH കൂടെ കയറും. അപ്പോൾ വിസിനൽ ഡൈ ഓൾ കിട്ടി. ഡൈ എന്ന് പറഞ്ഞാൽ 2, ഓൾ എന്ന് പറഞ്ഞാൽ OH, വിസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത്. കറക്റ്റ് അല്ലേ? 2 അടുത്തടുത്ത് കാർബണിൽ OH കിട്ടി. അപ്പോൾ ബേയേഴ്സ് റിയേജൻറ്റിൻ്റെ റിയാക്ഷൻ ഭയങ്കര എളുപ്പമാണ്. ഡബിൾ ബോണ്ടാണ് പൊട്ടിക്കുക. ഇതാ ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. സൈക്ലോഹെക്സിൻ ഉണ്ട്, ആരോ മാർക്കിന് മുകളിൽ ബേയേഴ്സ് റിയേജൻറ്റും കണ്ടു. പ്രൊഡക്റ്റ് സിമ്പിളാണ്. ഡബിൾ ബോണ്ടാണ് പൊട്ടിക്കുക, എന്നിട്ട് ഇവിടെ ഒരു OH ഇവിടെ ഒരു OH. എത്ര എളുപ്പമുണ്ട്. ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഓരോ OH ആഡ് ചെയ്യുക. ഓസോണോളിസിസ് മസ്റ്റ് ട്രൈ ഐറ്റമാണ് മോനെ. ഓസോണോളിസിസ് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് പഠിക്കാനുള്ളതിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനം ഓസോണോളിസിസ് ആണ്. ഓരോന്ന് പഠിച്ചോ. റിയേജൻ്റ് ആരാണെന്ന് ആദ്യം പഠിച്ചോ. ഓസോൺ. റിയേജൻ്റ് ഓസോൺ. ബോണ്ട് ബ്രേക്കിംഗ് റിയേജൻ്റ് ആരാണെന്ന് പഠിച്ചോ. സിങ്ക് ബാർ H2O. ഇതൊക്കെ പഠിക്കണേ. ഓസോണോളിസിസിൽ റിയേജൻ്റ് ഓസോൺ O3, ബോണ്ട് ബ്രേക്കിംഗ് റിയേജൻ്റ് സിങ്ക് ബാർ H2O. പ്രൊഡക്റ്റ് കാണാനുള്ള എളുപ്പവഴി ഇതാണ്. 3 കാര്യങ്ങൾ ഓർക്കുക. 1, 2, 3. ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ എഴുതി വെച്ചോളണം. ഒന്നാമത്തെ കാര്യം, ഡബിൾ ബോണ്ട് വിൽ ബ്രേക്ക്. ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് പൊട്ടും. രണ്ടാമത്തെ കാര്യം, ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ വിൽ പ്രൊഡ്യൂസ് ആൽഡിഹൈഡ്. ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ വിൽ പ്രൊഡ്യൂസ് ആൽഡിഹൈഡ്. ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ കൂടെ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് ആൽഡിഹൈഡ് ആകും.
മൂന്നാമത്തെ പോയിന്റ്, ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്തൗട്ട് ഹൈഡ്രജൻ വിൽ പ്രൊഡ്യൂസ് കീറ്റോൺ. ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ കൂടെ ഹൈഡ്രജൻ ഇല്ല എങ്കിൽ അത് കീറ്റോൺ ആവും. ഇനി നമുക്ക് റിയാക്ഷൻ ചെയ്ത് നോക്കാം. ദ ഡബിൾ ബോണ്ട് വിൽ ബ്രേക്ക്. നോക്ക് മോനെ, ഈ ഡബിൾ ബോണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇത് രണ്ട് കഷ്ണമായില്ലേ. സോ അവിടെ രണ്ട് പ്രൊഡക്റ്റ് കിട്ടും. ഇത് ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്താണോ വിത്തൗട്ടാണോ? വിത്ത്. അപ്പോൾ ആൽഡിഹൈഡ് കിട്ടും. അപ്പോൾ എങ്ങനെ ഉണ്ടാവുക? CH3, ഇത് ആൽഡിഹൈഡ് ആകുമ്പോൾ CH3 CHO, ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ CHO. ഇത് ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്തൗട്ട് ഹൈഡ്രജനാ. വിത്തൗട്ട് ആകുമ്പോൾ എന്താ കിട്ടുക? കീറ്റോൺ. അപ്പോൾ ഇതാരാ? ഇതിപ്പോൾ ഈ കഷ്ണം മുറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇയാൾ മേലേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, നേരെ പറഞ്ഞാൽ മതി. ഇയാളെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യാം. CH3 എങ്ങനെയാണ്? CH3, രണ്ടാമത്തെ ആൾ C, മൂന്നാമത്തെ ആൾ CH3. ഈ സിയിൽ നിന്നാണ് ബോണ്ട് പൊട്ടിയത്. ഇതവിടെ ഇതായിരുന്നു ആ ഡബിൾ ബോണ്ടഡ് കാർബൺ. അത് കീറ്റോൺ ആകും. വിത്തൗട്ട് ഹൈഡ്രജൻ ആയതുകൊണ്ട് കീറ്റോൺ ആകും. ഇനി ശ്രദ്ധിക്കണേ, ആരോ മാർക്കിന് മുകളിൽ O3യും സിങ്ക് ബാർ H2Oയും ഒരുമിച്ച് വന്നാലാണ് നിങ്ങൾ ഈ പണി ശ്രദ്ധിക്കേണ്ടത്. ഡബിൾ ബോണ്ട് പൊട്ടിക്കുക. ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ ആൽഡിഹൈഡ് ആവും, വിത്തൗട്ട് ഹൈഡ്രജൻ കീറ്റോൺ ആവും. O3 മാത്രം വന്നാൽ നിങ്ങൾ ആദ്യം ഒരു സ്റ്റെപ്പ് ഇവിടെ ചെയ്യണം. എങ്ങനെയാ? O3 മാത്രം വന്നാൽ എന്താ? അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് കിട്ടും. എന്നിട്ട് അതിലേക്ക് സിങ്ക് ബാർ H2Oയും കൂടി വന്നാൽ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടും. നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് ആദ്യം കണ്ട് എഴുതിയേക്കാം. എങ്ങനെയാണ് ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാവുക? ഡബിൾ ബോണ്ട് വിൽ ബ്രേക്ക്. ദിസ് ഈസ് ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ. ദിസ് ഇസ് ഓൾസോ ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ. അപ്പോൾ രണ്ടാളും ആൽഡിഹൈഡ് തരും. രണ്ടും ഒരേപോലെയുള്ള ആൽഡിഹൈഡ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ആൽഡിഹൈഡ് ഉണ്ടാവുക? രണ്ട് മോളിക്യൂൾ HCHO. എടാ CH2 എന്നതിലൊരു H ഇങ്ങോട്ട് എടുത്തേക്ക്. അപ്പോൾ അതെന്തായി? HCH എന്നായി. ശ്രദ്ധിക്കേ, CH2 എന്നുള്ളതിൽ HCH എന്നായി. ഇത് രണ്ടോന്ന് തന്നെയല്ലേ? അതാണ് ആൽഡിഹൈഡ് ആക്കാൻ ഭയങ്കര എളുപ്പമല്ലേ? ഒരു ഓക്സിജൻ ഇട്ട് കൊടുത്താൽ മതി. അതേപോലെയാണ് ഇവിടെ. സോ രണ്ട് മോളിക്യൂൾ HCHO. ദിസ് ഈസ് ദി ഫൈനൽ പ്രോഡക്റ്റ്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇത് രണ്ട് സ്റ്റെപ്പായിട്ട് ഇവർ സെപ്പറേറ്റ് എടുത്ത് തന്നാൽ അതിനിടയിൽ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ഉണ്ട്. ഈ ഡബിൾ ബോണ്ട് പൊട്ടിക്കുക. CH2 ഡബിൾ ബോണ്ടൊക്കെ പൊട്ടി കിടക്കട്ടെ. എന്നിട്ട് അതിനിടയിൽ ഈ ഓസോൺ കയറി ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയുണ്ട്. ഒരു സുന്ദരമായ കാഴ്ച. 3 ഓക്സിജൻ, ഒന്നിങ്ങനെ, രണ്ടെണ്ണം ഇങ്ങനെ. ഇത് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങളെ മനസ്സിൽ വന്നില്ല. ആ സാധനം ഇതാണ് ഇൻ്റർമീഡിയറ്റ്. അതെപ്പോഴാണ് നിങ്ങൾ വരയ്ക്കേണ്ടതുള്ളൂ? ഒരു സ്റ്റെപ്പിൽ O3 എന്ന് കണ്ടിട്ട് ഒരു ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ സിങ്ക് ബാർ H2O വരികയാണെങ്കിൽ മാത്രം. ഓക്കെ, ആൻഡ് ദിസ് ഇൻ്റർമീഡിയറ്റ് ഈസ് കോൾഡ് ഓസോണൈഡ്. ഈ ഇൻ്റർമീഡിയറ്റിൻ്റെ പേരാണ് കുഞ്ഞെ ഓസോണൈഡ്. മറക്കരുതേ, ഓസോണൈഡ്. റിയാക്ഷൻ വിത്ത് KMnO4. KMnO4 വന്നാൽ ഇപ്പോൾ പറഞ്ഞ അതേ 3 കാര്യങ്ങൾ ഒന്നും ആവർത്തിച്ചോ. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? ഡബിൾ ബോണ്ട് വിൽ ബ്രേക്ക്. രണ്ടാമത്തെ കാര്യം അവിടെ നിൽക്കട്ടെ. മൂന്നാമത്തെ കാര്യം സെയിമാ. മൂന്നാമത്തെ കാര്യം എന്തായിരുന്നു? ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്തൗട്ട് ഹൈഡ്രജൻ വിൽ പ്രൊഡ്യൂസ് കീറ്റോൺ. ഒന്നാമത്തതും സെയിം, മൂന്നാമത്തതും സെയിം. രണ്ടാമത്തെ മാത്രം ചെറിയൊരു ചേഞ്ച്. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ ഭയങ്കര എളുപ്പമുണ്ടാവും. ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ നേരത്തെ എന്തായത്? ആൽഡിഹൈഡ്. ഇവിടെ എന്താവുക അറിയോ? കാർബോക്സിലിക് ആസിഡ് ആവും. COOH ആവും. അതെ, ആ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഡബിൾ ബോണ്ട് വിൽ ബ്രേക്ക്. ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ വിൽ പ്രൊഡ്യൂസ് കാർബോക്സിലിക് ആസിഡ്. ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്തൗട്ട് ഹൈഡ്രജൻ വിൽ പ്രൊഡ്യൂസ് കീറ്റോൺ. എവിടെ? KMnO4 ആണെങ്കിൽ പ്രൊഡക്റ്റ് പെട്ടെന്ന് പറയാം. ദാ ഈ ഡബിൾ ബോണ്ട് കൊണ്ട് പൊട്ടും. സോ ദിസ് ഈസ് ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ വിൽ പ്രൊഡ്യൂസ് കാർബോക്സിലിക് ആസിഡ് CH3COOH പ്ലസ് ഇതിങ്ങനെയാണ് പറയട്ടെ. ദിസ് ഈസ് ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്തൗട്ട് ഹൈഡ്രജൻ വിൽ പ്രൊഡ്യൂസ് കീറ്റോൺ CH3COCH3. അപ്പോൾ ഓസോണോളിസിസും KMnO4ഉം ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. എന്നാൽ അടുത്തൊന്നും ചെയ്ത് നോക്കാം. CH3CH ഡബിൾ ബോണ്ട് CH2. മോനെ, ദിസ് ഈസ് ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ. അപ്പോൾ എന്ത് കിട്ടും? CH3COOH. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണില്ല, ഞാൻ ഇവിടെ തന്നെ എഴുതാം. പ്ലസ് രണ്ടാമത്തത് ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ. പൊന്നു മോനെ, ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. KMnO4 യൂസ് ചെയ്യുമ്പോൾ ഒരു ഫ്രാഗ്മെൻറ്റിൽ ഒരു കാർബൺ മാത്രമേ ഉള്ളൂ എങ്കിൽ, അങ്ങനെ ഒരു കേസല്ലേ ഇത്? ഈ ഫ്രാഗ്മെൻറ്റിൽ ഒരു കാർബൺ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനത്തെ കേസിൽ ആ ഫ്രാഗ്മെൻറ്റ് കാർബൺ ഡയോക്സൈഡും വാട്ടറുമായി മാറും. പഠിച്ചു വെച്ചു. അപ്പോൾ KMnO4 യൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഫ്രാഗ്മെൻറ്റിൽ ഒരു കാർബൺ മാത്രമാണെങ്കിൽ ഇറ്റ് വിൽ ഇമ്മീഡിയറ്റ്ലി ബി കൺവേർട്ടഡ് ഇൻ ടു കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. അപ്പോൾ KMnO4 മാത്രം കഥയാണ്. ഇതവിടെ ഇല്ല. ഓസോണോളിസിസിലില്ല. ആൽക്കൈനിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി 2-3 പഠിക്കാനുള്ളൂ. കഴിഞ്ഞു. ഒന്നുകൂടെ ഉണ്ടാവും, 4 ഉണ്ടാവും. ഒന്നാമത്തത് അസിഡിറ്റി. ആൽക്കൈനുകളിൽ ചിലർ ആസിഡുകളാണ്. ആരാണ് ആ ചിലർ എന്നറിയോ നിങ്ങൾക്ക്? ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിൻ്റെ കൂടെ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അവൻ ആസിഡാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിൻ്റെ കൂടെ ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ ഇവൻ ആസിഡാണ്. ലോകത്തെ ഏത് ആസിഡും മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യും. സോഡിയം ഒരു മെറ്റലാണ്, അയാളുമായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് ഹൈഡ്രജനെ അവിടുന്ന് റീപ്ലേസ് ചെയ്യും. ഏത് ആസിഡ് ആണെങ്കിലും മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ ഈ മെറ്റൽ അവിടെ കയറിയിരിക്കും, ഹൈഡ്രജൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. സോ പ്രൊഡക്റ്റ് എന്താണ്?
CH3 സിംഗിൾ ബോണ്ട് C, ട്രിപ്പിൾ ബോണ്ട് CN. ആരാ ഇറങ്ങിപ്പോയത്? ഹൈഡ്രജൻ ഇറങ്ങിപ്പോയി. ബാലൻസ് ചെയ്യാൻ ഒരു ½ H2 ഇട്ട് കൊടുത്താൽ മതി. ഒരു ഹൈഡ്രജനല്ലേ ഇറങ്ങിപ്പോയുള്ളൂ, ½ H2. എടാ 1 ആൽക്കൈൻസ്, 1 ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് അറ്റത്ത് ഉണ്ടാവുക എന്നാണ്. ട്രിപ്പിൾ ബോണ്ട് അറ്റത്തുണ്ടെങ്കിൽ അയാളിൽ ഹൈഡ്രജൻ ഉണ്ടാവുള്ളൂ. 1 ആൽക്കൈൻസ് അസിഡിക് ആണ് എന്നതിൻ്റെ ഒരു പ്രൂഫ് എഴുതാൻ നിന്നോട് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നീ എഴുതേണ്ട റിയാക്ഷൻ ഇതാണ്. 1 ആൽക്കൈൻ അല്ലെങ്കിൽ ആൽക്കൈൻസ് അസിഡിക് ആണെന്നതിൻ്റെ പ്രൂഫ് ഇങ്ങനെയാണ് എഴുതേണ്ടത്. എങ്ങനെയാണ് എഴുതുക? സോഡിയം പോലെയുള്ള ഏതെങ്കിലും ഒരു മെറ്റലുമായിട്ട് റിയാക്ഷൻ നടത്തിയിട്ട് ഹൈഡ്രജൻ ഇവോൾവ് ചെയ്യുന്നു എന്ന് എഴുതുക. X2 ആഡ് ചെയ്യാം. സിമ്പിൾ പരിപാടിയാണ്. X2 എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോറിൻ. ട്രിപ്പിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആക്കി വെച്ചോ. CH സിംഗിൾ ബോണ്ട് ആക്കി വെക്കുക. ഇവിടെ എത്ര ക്ലോറിൻ ഉണ്ട്? 4 എണ്ണം. 2 എണ്ണം ഇവിടെ കൊടുക്ക്, ഒരു 2 എണ്ണം ഇവിടെയും കൊടുക്ക്. കഴിഞ്ഞു. അതൊക്കെ മാന്യമായി നിങ്ങൾ അറിഞ്ഞാണ് കൊടുത്താൽ മതി. ഇവിടെ അതേപോലെ തന്നെ HX ആഡ് ചെയ്യുമ്പോൾ ട്രിപ്പിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആക്കി വെക്കുക. CH സിംഗിൾ ബോണ്ട് CH. ഇവിടെ ആരാ ആഡ് ചെയ്യണേ? HX ആണ്, HCl ആണ്. അപ്പോൾ 2 Hഉം കൂടി ഒരിടത്തേക്ക് പോട്ടെ. അങ്ങനെ വേണം കേട്ടോ. ഒരു Hഉം ഒരു CLഉം അങ്ങനെ പറ്റില്ല. 2 Hഉം കൂടി ഒരിടത്തേക്ക് പോട്ടെ, 2 CLഉം കൂടി മറ്റൊരിടത്തേക്ക് പോട്ടെ. അപ്പോൾ 2 Hഉം കൂടി ഇവിടെ വന്നാൽ ഇത് CH3 എന്നാവും. 2 CLഉം കൂടി ഇവിടെ വന്നാൽ ഇതിങ്ങനെയാകും. ക്ലിയർ അല്ലേ? ആൻഡ് ലാസ്റ്റ് റിയാക്ഷൻ അഡീഷൻ ഓഫ് H2O. ആൽക്കൈനിൻ്റെ ലാസ്റ്റ് റിയാക്ഷനാണ് അഡീഷൻ ഓഫ് H2O. എടാ വാട്ടർ എന്ന് പറഞ്ഞാൽ അതിൽ H+ഉം OH- അല്ലേ ഉള്ളത്. അപ്പോൾ H ഇങ്ങോട്ടും OH ഇങ്ങോട്ടും പോട്ടെ. ഒരു Hഉം ഒരു OHഉം വരുന്ന സമയത്ത് ഒരു H ഒരു OH അല്ലേ വരുന്നുള്ളൂ. ഈ ട്രിപ്പിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആവൂല. കാരണം എന്താ? ഒരു വാലൻസിക്കുള്ള ആൾ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് അത് ഡബിൾ ബോണ്ടിൽ നിൽക്കും. ശ്രദ്ധിക്കണേ, ഇത് നല്ലോണം ശ്രദ്ധിച്ചോളൂ. അപ്പോൾ അതെന്തായി? CHലേക്ക് ഒരു H വന്നാൽ ഇത് CH2 എന്നായി. ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ടായി. ഇവിടെ CH, ഇവിടെ OH. ഓക്കെ അല്ലേ മോനെ? ഇതാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ്. നിങ്ങൾ നോക്കും മോനെ, ഈ കാർബണിൽ ഒരു ഡബിൾ ബോണ്ട് ഇല്ലടാ. അപ്പോൾ ഞാൻ അതിനെ ഈന് എന്ന് പേര് വിളിക്കും. ഡബിൾ ബോണ്ടുള്ള ആൾക്കാരെ ഈന് എന്നല്ലേ ഞങ്ങൾ വിളിക്കൽ. OH ഇല്ലടാ, അപ്പോൾ ഓള് എന്ന് പേര് വിളിക്കും. സോ ദിസ് ഈസ് കോൾഡ്, ഈ കോമ്പൗണ്ടുകളെ ഡബിൾ ബോണ്ട് OH ഒരുമിച്ച് വരുന്ന കോമ്പൗണ്ടുകളെ ഞങ്ങൾ വിളിക്കുന്ന പേരാണ് ഈനോള്. ഈ ഈനോൾസ് ഹൈലി അൺസ്റ്റേബിൾ ആണ് കുഞ്ഞെ. അതങ്ങനെ നിൽക്കില്ല. അവർക്ക് പെട്ടെന്ന് തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആയി മാറാൻ തോന്നും. അപ്പോൾ ഈ ഈനോളുകൾ കാണിക്കുന്ന ഒരു പ്രത്യേക തരം ഐസോമറൈസേഷൻ ഉണ്ട്, പ്രത്യേക തരം റീഅറേഞ്ച്മെൻ്റ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് കീറ്റോ ഈനോൾ ടോട്ടോമറിസം. ഈനോൾ എന്ന് എന്തുകൊണ്ടാണ് പേര് വന്നത്? ഇവിടെ ഈനോൾ ആയതുകൊണ്ട്. കീറ്റോ എന്ന് എന്തുകൊണ്ടാണ് പേര് വരുന്നത്? ഇനി ഉണ്ടാകാൻ പോകുന്ന കോമ്പൗണ്ട് കീറ്റോ ആയതുകൊണ്ട്. അതെങ്ങനെ ഉണ്ടാക്കുക? ഭയങ്കര സിമ്പിളാണ്. നോക്കിക്കോട്ടാ, സൂക്ഷിച്ച് നോക്കണേ. ഈ ഡബിൾ ബോണ്ട് ഇല്ലടാ, അത് ഇങ്ങോട്ടും, ഈ H ഇല്ലതാ, അത് ഇങ്ങോട്ടും വരും. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഞാൻ നോക്കി നോക്കിയേ, ഇവിടെ ആരാ? CH2 എന്നതിലേക്ക് ഒരു H വന്നു. അപ്പോൾ ആരാ? CH3. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി അല്ലേ? ഈ CH അവിടെ തന്നെ ഉണ്ട്. മുകളിലേക്ക് ഉണ്ടായിരുന്ന സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ടായി. OHൽ H പോയി, ബാക്കി അവിടെ O എന്ന് മാത്രം ബാക്കിയായി. അപ്പോൾ അവിടെ ഒരു C ഡബിൾ ബോണ്ട് എന്നൊരു ഗ്രൂപ്പിനെ കാണാനില്ലേ? ദാറ്റ്സ് വൈ ദിസ് ഫോം ഈസ് കോൾഡ് കീറ്റോ. കീറ്റോക്കും ഈനോളിനും ഇടയിലുള്ള ആളായതുകൊണ്ടാണ് കീറ്റോ ഈനോൾ ടോട്ടോമറിസം എന്ന് പേര് പറഞ്ഞ്. ദാറ്റ് ഈസ് ദി ഫൈനൽ ആൻസർ. അപ്പോൾ വാട്ടർ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ അറ്റം വരെ ചെയ്യണം, മസ്റ്റാണ്. ആദ്യം ഒരു വാട്ടർ ആഡ് ചെയ്യുക, അപ്പോൾ ഈനോൾ കിട്ടും. എന്നിട്ട് കീറ്റോ ഈനോൾ ടോട്ടോമറിസം നടത്തുക. മോനെ, ദിസ് ഈസ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ബെൻസീനിലേക്ക് എത്തി. ആൽക്കൈൻ കഴിഞ്ഞു, ബെൻസീനിലേക്ക് എത്തി. നമ്മളെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് എത്തി. ബെൻസീൻ കാണിക്കുന്ന ഒരേ ഒരു റിയാക്ഷനെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ദാറ്റ് ഈസ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. 5 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ടേബിൾ ബോർഡിലുണ്ട്, പഠിച്ചു വെച്ചോ. എടാ ഒന്നാമത്തെ പേരൊന്ന് പഠിച്ചേ. നൈട്രേഷൻ, സൾഫോണേഷൻ, ഹാലോജിനേഷൻ, ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ, ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. വായിക്കാനും എഴുതാനൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ആൻഡ് അസൈലേഷൻ. ഇതിനൊക്കെ റിയേജൻറ്റ് പഠിക്കണം. ആരോ മാർക്കിന് മുകളിൽ എന്താണ് വരിക എന്നുള്ളത് പഠിച്ചു വെക്കണം. ആരോ മാർക്കിന് മുകളിൽ എന്താണ് വരിക നിങ്ങൾ പഠിക്കുന്നതിനേക്കാൾ ഉപരി ആരോ മാർക്കിന് മുകളിൽ വന്നതിനെ കണ്ടിട്ട് ഇതിൽ ഏതാണ് റിയാക്ഷൻ എന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഫ്യൂമിങ് HNO3. ഫ്യൂമിങ് HNO3 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, HNO3യും H2SO4 മിക്സ് ചെയ്തതാണ്. HNO3യും H2SO4ൻ്റെ മിക്സറാണ് ഫ്യൂമിങ് HNO3. സൾഫോണേഷൻ ആണെങ്കിൽ കോൺസെൻട്രേറ്റഡ് H2SO4 ബാർ SO3. ആ ബാർ SO3 ചിലപ്പോൾ എല്ലായിടത്തും കണ്ടോളണം എന്നില്ല. ഹാലോജിനേഷൻ ആണെങ്കിൽ ഹാലജൻ ബാർ FeCl3. ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ആണെങ്കിൽ CH3Cl. ആൽക്കൈലേഷൻ ആണെങ്കിൽ CH3Cl-ഉം അൺഹൈഡ്രസ് LCl3. അൺഹൈഡ്രസ് LCl3 മസ്റ്റ്. അൺഹൈഡ്രസ് LCl3 ഇല്ലാത്ത ഒരു ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ഇല്ല. ആ അൺഹൈഡ്രസ് LCl3 വിളിക്കുന്ന പേരാണ് ഫ്രിഡൽ ക്രാഫ്റ്റ് റിയേജൻറ്റ്. ഓക്കെ. ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ആണെങ്കിൽ ചെറിയൊരു വ്യത്യാസം, CH3COCl. എന്താടാ? CH3COCl. നേരത്തെ എന്തായിരുന്നു? CH3Cl. അൺഹൈഡ്രസ് LCl3 ഒരേപോലെ. ഇതെല്ലാം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് മോനെ.
സോ ഇലക്ട്രോഫൈൽ ഉണ്ടായിട്ടുണ്ടാകും അവിടെ. ആ ഇലക്ട്രോഫൈൽ ആരാണ് എന്ന് പഠിക്കണം. 1 മാർക്കിനൊക്കെ ചോദിക്കും. നൈട്രേഷൻ ആണെങ്കിൽ ഇലക്ട്രോഫൈൽ NO2+, ഹാലോജിനേഷൻ ആണെങ്കിൽ ഇലക്ട്രോഫൈൽ X+, ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കിലേഷൻ ആണെങ്കിൽ ഇലക്ട്രോഫൈൽ CH3+, ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ആണെങ്കിൽ ഇലക്ട്രോഫൈൽ CH3CO+. ഒരാളെ ഞാൻ സ്കിപ്പ് ചെയ്തില്ലേ, ആരാ? സൾഫോണേഷൻ ആണെങ്കിൽ ഇലക്ട്രോഫൈൽ SO3 ആണ്. അപ്പോൾ ബാക്കിയുള്ളവരിൽ നിന്നുള്ള വ്യത്യാസം എന്താ? ബാക്കി എല്ലാവർക്കും ഇലക്ട്രോഫൈലിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടുത്തെ ഇലക്ട്രോഫൈലിന് പോസിറ്റീവ് ചാർജ് ഇല്ല. SO3 ഇറ്റ്സെൽഫ് എ ഇലക്ട്രോഫൈൽ. ക്ലിയർ? കിട്ടുന്ന പ്രൊഡക്റ്റ് ഭയങ്കര സിമ്പിളാണ്. ആരാടാ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്? ബെൻസീൻ. ആ ബെൻസീനിലേക്ക് ഈ പറയുന്ന റിയേജൻ്റ് ഏത് യൂസ് ചെയ്താലും ബെൻസീൻ റിയിലേക്ക് എന്തോ ഒരു സാധനം കയറി വരും. ആ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, എന്തോ ഒരു സാധനം എ ആയിക്കോട്ടെ, ആ എന്തോ ഒരു സാധനം എന്ത് എന്നുള്ളതാണ് ഇവിടെ പഠിക്കേണ്ടത്. നൈട്രേഷൻ ആണെങ്കിൽ ബെൻസീൻ റിങ്ങിലേക്ക് NO2 വരും. സൾഫോണേഷൻ ആണെങ്കിൽ ബെൻസീൻ റിങ്ങിലേക്ക് SO3H വരും. ഹാലോജിനേഷൻ ആണെങ്കിൽ ബെൻസീൻ റിങ്ങിലേക്ക് X വരും. ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ആണെങ്കിൽ ബെൻസീൻ റിങ്ങിലേക്ക് CH3 വരും. ആൻഡ് ഫൈനലി ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ആണെങ്കിൽ ബെൻസീൻ റിങ്ങിലേക്ക് COCH3 എന്ന് വരും. പഠിക്കണം, മസ്റ്റ്. ഇങ്ങനെ 5 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒരുപാട് പേജുകളിലായി നിറച്ചതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തൊരു പേജാണ് കേട്ടോ ഇത്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഞാനിത് അതിങ്ങനെ നിൽക്കാം. എന്നിട്ട് ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഇതൊന്ന് പെട്ടെന്നൊന്ന് റീകോൾ ചെയ്തേ. ലോകത്തുള്ള എല്ലാ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനും 5 ഉള്ളൂ, ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ എക്സാം ടഫാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചേക്കാം. കുറച്ച് ഓർത്തോപാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പും മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പും ബോർഡിൽ എഴുതിയിട്ടുണ്ട്, അതറിഞ്ഞു വെക്കണം. ആരൊക്കെയാണ് ഓർത്തോപാര? CH3, OH, OCH3, NH2, X എന്ന് പറഞ്ഞാൽ ഹാലജൻ. മെറ്റാ ഡയറക്റ്റിംഗ് COH, NO2, SO3H, CHO, CO. മോനെ ഇതെന്തിനാണെന്നറിയോ? ഇങ്ങോട്ട് നോക്കടാ. ബെൻസീൻ റിങ്ങിലേക്ക് ഒരു ക്ലോറിൻ ബാർ FeCl3 ആഡ് ചെയ്യുകയാണെങ്കിൽ, ഇതാ ബെൻസീൻ റിങ്ങിലേക്ക് ക്ലോറിനും FeCl3 ആഡ് ചെയ്യുകയാണെങ്കിൽ ബെൻസീൻ റിങ്ങിൽ ഒരു ക്ലോറിൻ വരും. ഇതാണല്ലോ നമ്മുടെ റിയാക്ഷൻ. നേരത്തെ നമ്മൾ ഹാലജൻ ബാർ FeCl3 ആഡ് ചെയ്യുകയാണെങ്കിൽ X വരും എന്ന് പഠിച്ചല്ലോ. ആ X ഇവിടെ ക്ലോറിനായി, അത്രേ ഉള്ളൂ. അപ്പോൾ അതിലാർക്കും കൺഫ്യൂഷൻ ഇല്ല. എന്നാൽ ബെൻസീൻ റിങ്ങിൽ ഓൾറെഡി ഒരു NO2 ഉള്ള കോമ്പൗണ്ടിലേക്ക് നൈട്രോബെൻസീൻ ക്ലോറിൻ FeCl3 വരികയാണെങ്കിൽ ആ ക്ലോറിൻ എവിടെ വരണമെന്ന് NO2 തീരുമാനിക്കും. പരമമായ അധികാരം ഓൾറെഡി അവിടെ ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പിനാണ്. ചിലർ തെറ്റിദ്ധരിക്കും വരുന്ന ആൾക്കാണ്. അല്ല, എടാ നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് പോവാണ്, നമ്മൾ മൂന്നാറ് റിസോർട്ട് ഇട്ടിട്ടൊരു വീട്ടിലേക്ക് പോവാണ്. ആ റിസോർട്ടിൽ ആരും ഇല്ലയെന്ന് വിചാരിച്ചു, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് കയറി കിടക്കാം. ഇതിപ്പോൾ അങ്ങനെയാണ്. ഈ ക്ലോറിൻ ഇങ്ങോട്ട് കയറി വരാൻ ആരും ഇല്ലല്ലോ, ഈ ബെൻസീനെങ്കിൽ ആരും ഇല്ലല്ലോ, എവിടെ വേണേലും കയറാം. പക്ഷെ നമ്മൾ ആ റിസോർട്ടിൽ പോയപ്പോൾ അവിടെ ഒരാളുണ്ട്, ഒരു വീടാണ്, ആ വീട്ടുകാരുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നമ്മളെങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് നമ്മളെ ഇഷ്ടമല്ല, ആ വീട്ടുകാരൻ പറഞ്ഞുതരും നിങ്ങളെ റൂം അതാണ് കേട്ടോ, അപ്പോൾ നമ്മൾ അങ്ങോട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ ക്ലോറിൻ കയറി വരുമ്പോൾ ഓൾറെഡി അവിടെ ആരുണ്ട്? വീട്ടുകാരുണ്ട്. വീട്ടുകാരനാരാ? NO2. അപ്പോൾ ഈ ക്ലോറിനിനി എങ്ങോട്ടാണ് പോകണേ എന്നുള്ളത് വീട്ടുകാരൻ പറയും. അപ്പോൾ ആ വീട്ടുകാരൻ്റെ പറച്ചിൽ എന്താണെന്ന് നോക്കാൻ NO2 ഇതിൽ ഏതിലാന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. NO2 ഇതാ ഇവിടെയാണ്. ദാറ്റ് ഈസ് മെറ്റാ ഡയറക്റ്റിംഗ്. അപ്പോൾ ഈ ബെൻസീൻ റിങ്ങിൻ്റെ മെറ്റാ പൊസിഷൻ ഇതിലേതാ? അവിടെ NO2 അവിടെ ഉണ്ട്, അയാളുടെ മെറ്റാ പൊസിഷൻ അതിവിടെയാണ്. ഇവിടെയാണ് ക്ലോറിൻ വരുള്ളൂ, വേറെ എവിടെയും ക്ലോറിൻ വരില്ല. അതാണ് ഡയറക്റ്റീവ് ഇൻഫ്ലുവൻസിൻ്റെ പ്രത്യേകത. അപ്പോൾ അവിടെ രണ്ടാമത്തെ ക്ലോറിൻ എവിടെ വരിക എന്നുള്ളത് അറിയാൻ ഈ ടേബിൾ നമ്മുടെ കയ്യിൽ വേണ്ടേ? വേണം. ഈ റിയാക്ഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇതാരാ? ബെൻസീൻ. ബെൻസീൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ ക്ലോറിൻ FeCl3 വരികയാണെങ്കിൽ ക്ലോറിൻ എവിടേക്ക് വേണമെങ്കിലും വരാം. ഇതാ ഇവിടെ വരാം, എവിടെ വേണമെങ്കിലും വരാം. ഫ്യൂമിങ് HNO3 ആഡ് ചെയ്താൽ ഇനി അതിലേക്ക് NO2 വരണം. ഫ്യൂമിങ് HNO3 നൈട്രേഷൻ്റെ റിയേജൻ്റ്. ഇനി NO2 എങ്ങോട്ട് വരണമെന്ന് ഈ ക്ലോറിനാ തീരുമാനിക്കുക. എന്താ ക്ലോറിൻ്റെ തീരുമാനം? ക്ലോറിൻ ഇതാ ഓർത്തോപാര ഡയറക്റ്റിംഗ് ആണ്. സോ ഒന്നിരിക്കൽ ഓർത്തോയിൽ വരും. അപ്പോൾ ക്ലോറിൻ്റെ ഓർത്തോ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ, അല്ലെങ്കിൽ പാരയിൽ വരും. അപ്പോൾ 2 പ്രൊഡക്റ്റും കിട്ടാം. ഇതാ ക്ലോറിൻ്റെ പാരാ പൊസിഷനിൽ NO2 വരും. ഇതാണ് ഡയറക്റ്റീവ് ഇൻഫ്ലുവൻസിൻ്റെ പ്രത്യേകത. ആ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് നടക്കുന്നു എന്നറിയാൻ ഈ ടേബിൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കൽ മസ്റ്റാണ്. ലോകത്തെ എല്ലാ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസും നടക്കുന്നത് 3 സ്റ്റെപ്പിലാണ്. പഠിച്ചു വെച്ചോ, 3 സ്റ്റെപ്പ്. ദിസ് ഈസ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ മെക്കാനിസം ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. പരീക്ഷയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ ടഫാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കീച്ചടാ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ മെക്കാനിസം 3 എണ്ണമാണ്. ചാമ്പിക്കോ. 1, ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ. എന്താ? ഇലക്ട്രോഫൈൽ ജനിക്കുക. 2, ഫോർമേഷൻ ഓഫ് അറീനിയം അയോൺ. അറീനിയം അയോൺ ഉണ്ടാവുക. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. 3, റിമൂവൽ ഓഫ് H+ പോവുക. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എക്സാമ്പിൾ പറഞ്ഞേ. ബെൻസീൻ റിങ്ങിൽ
നമുക്ക് ജനറലി ഇങ്ങനെ പറയാം, ഒരു ഇ പ്ലസ് ഒരു ഇലക്ട്രോഫൈൽ വരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ബെൻസീൻ എങ്കിൽ ഒരു ഇ അവിടെ കയറിയിരിക്കുന്നു. അപ്പോൾ അതിന് ഫ്യൂമിങ് HNO3 കോൺസെൻട്രേറ്റഡ് H2SO4 എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നോയിക്കോട്ടെ, ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ നമുക്കിതിൽ കാണിക്കാൻ പറ്റില്ല. കാരണം ഇലക്ട്രോഫൈൽ ജനിക്കാൻ പല കാരണങ്ങളുണ്ടായിരിക്കും. ആ ഇലക്ട്രോഫൈൽ ജനിച്ച് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് നമ്മളിവിടെ വരച്ച് കാണിക്കാം. ഇതാരാ മോനെ? ബെൻസീൻ റിംഗ്. അതിലേക്ക് ആര് വരുന്നു? ഇലക്ട്രോഫൈൽ വരുന്നു. ഇങ്ങോട്ടാണ് ഇലക്ട്രോഫൈൽ വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ഇല്ലടാ, ഈ ഡബിൾ ബോണ്ട് അയാൾ പൊട്ടും. അയാൾ പൊട്ടിയിട്ട് അവിടേക്കാണ് ഇലക്ട്രോഫൈൽ വന്ന് നിൽക്കുന്നത്. ഇലക്ട്രോഫൈൽ അവിടെ വന്ന് നിൽക്കും. എടാ, ഈ കാർബണിൽ ഓൾറെഡി ഒരു എച്ച് ഇല്ലേ? ആ എച്ച് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ബെൻസീനിലെ എല്ലാ കാർബണിലും എച്ച് ഉണ്ടല്ലോ, ആ എച്ച് അവിടെ തന്നെ ഉണ്ട്. ഈ ഡബിൾ ബോണ്ട് പൊട്ടിയ വിഷമം ആർക്കുണ്ടാകും? ഇത് ഈ കാർബണിനുണ്ടാവും. ആ കാർബണിന് സ്വാഭാവികമായിട്ട് ഒരു വിഷമം ഉണ്ടാവുമല്ലോ, കാര്യം അയാളുടെ ഒരു വാലൻസി ആണല്ലോ പോയത്. ഇങ്ങനെ ഈ കാർബണിന് പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കുന്ന ഇങ്ങനെ ഒരു ഇൻ്റർമീഡിയറ്റ് ഉണ്ട്. ഈ ഇൻ്റർമീഡിയറ്റിൻ്റെ പേരാണ് അറീനിയം അയോൺ. ഒരു കാർബോകാറ്റോൺ ഇൻ്റർമീഡിയറ്റ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ഉള്ള ആളായതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് അറീനിയം അയോൺ എന്നാണ് ഇവൻ്റെ പേര്. ഈ അറീനിയം അയോൺ ഹൈലി അൺസ്റ്റേബിൾ ആണ്. കാരണം എന്താ? കാർബണിന് പോസിറ്റീവ് ചാർജ് അല്ലേ ഈ കിടക്കണേ. കാർബൺ പോസിറ്റീവ് ചാർജോ എന്ന് പറഞ്ഞ് പെരും മോങ്ങലാണ് അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഇയാളുണ്ടല്ലോ അയൽവാസി, അയാൾ പറയും, മോങ്ങണ്ട, എൻ്റെ ഡബിൾ ബോണ്ട് ഞാൻ തിരിച്ചു തരാം. ഇയാളിപ്പോൾ ഈ ഡബിൾ ബോണ്ട് പൊട്ടിച്ചതുകൊണ്ടാണല്ലോ ഈ കച്ചറ മുഴുവൻ ഉണ്ടായത്. ഡബിൾ ബോണ്ട് തിരിച്ചു തരാം. എന്തിനായിരുന്നു ഇയാൾ ഈ ഡബിൾ ബോണ്ട് പൊട്ടിച്ചത്? ഈ ഇലക്ട്രോഫൈലിൻ്റെ കണ്ണ് കാണിക്കലിൽ വീണുപോയതാ. ഇലക്ട്രോഫൈലുമായിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ആ ഡബിൾ ബോണ്ട് ഒന്ന് പൊട്ടിച്ചതാ. അപ്പോൾ അപ്പുറത്ത് അയൽവാസി വരും മോങ്ങൽ. അപ്പോൾ ഇയാൾ പറഞ്ഞു, എൻ്റെ ഡബിൾ ബോണ്ട് ഞാൻ അങ്ങോട്ട് തന്നെ തരാം. അപ്പോൾ ഡബിൾ ബോണ്ട് തിരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ നാറിയുണ്ടല്ലോ, ഈ കാർബൺ, ഇവിടെ നിന്ന് ഈ ഹൈഡ്രജനോട് പോയിക്കോളാൻ പറയും. ചെറ്റത്തരല്ല ചെയ്തത്, എത്രയോ കാലമായി കൂടെയുള്ള ഹൈഡ്രജനോട് പോയിക്കോളാൻ പറയും. എന്നിട്ട് അയാളിലേക്ക് ഉണ്ടായിരുന്ന ആ ഡബിൾ ബോണ്ട് ഉപയോഗിച്ച് ഇവിടെ ഡബിൾ ബോണ്ട് റീഇൻഫോം ചെയ്യും. അപ്പോൾ ഇയാൾക്ക് പുതിയ ആളോടുള്ള ആ കമ്പം തീർന്നിട്ടില്ലാത്തത് കൊണ്ട് ഇലക്ട്രോഫൈലിനെ അയാൾ വിടൂല. ഈ ഇലക്ട്രോഫൈൽ അവിടെ ഉണ്ടാവും, ഡബിൾ ബോണ്ട് തിരിച്ചു കിട്ടും, H+ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകും. ദ റിമൂവൽ ഓഫ് H+. അങ്ങനെ അത്ര സുഖകരമല്ലാത്ത വിധം ആ H+ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതോടുകൂടെ നമ്മുടെ റിയാക്ഷൻ അവസാനിച്ചു. പൊന്നു മക്കളെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ചാപ്റ്റർ ഹൈഡ്രോ കാർബൺസ്. വളരെ പ്രധാനപ്പെട്ട 2 ടോപ്പിക് ഉണ്ട്. ഒന്ന് കൺഫർമേഷൻസ്, സോഹോഴ്സ് പ്രൊജക്ഷൻ ഫോർമുല, അതുപോലെ എക്ലിപ്സ്ഡ് സ്റ്റാഗേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ടോപ്പിക്കാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിർബന്ധമായിട്ടും കാണണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ടോപ്പിക് ഉണ്ട്, ഹക്കൽസ് റൂൾ, അരോമാറ്റിസിറ്റി. ഉറപ്പായും കാണണം, മസ്റ്റ് ട്രൈ ആണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടല്ലാതെ ഇന്നും നിനക്ക് ഉറക്കമില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.